നിങ്ങൾ ഉംറയ്ക്കുള്ളതാണോ? ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ടവരെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? മാനസികമായി ഉംറയ്ക്ക് പോകുവാൻ തയ്യാറായി നമ്മൾ ഏകദേശം എല്ലാ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പടച്ചിറപ്പ് നമ്മുടെ ഈ ഉംറ സ്വീകരിക്കുമാറാകട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുക. ഇതിന് മുമ്പ് ഉംറയ്ക്ക് പോയ എത്ര ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം അല്ലാത്ത ആൾക്കാർ? ഉംറയ്ക്ക് പോയിട്ടുണ്ടോ മുന്നേ? കുറേ മുന്നേ? അപ്പോൾ കൂടുതൽ ആൾക്കാരും ഫസ്റ്റ് ടൈമാണ് അല്ലേ? കാരണം അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ആദ്യമായി പോകാത്ത ആൾക്കാരോട്, പോയി ശീലമുള്ള ആൾക്കാരോട് പിന്നെ എല്ലാം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ തുടങ്ങാം. എന്താണ് ഉംറ? ഉംറ എന്നുള്ള വാക്കിന് അറബി ഭാഷയിൽ സിയാറത്ത്, സന്ദർശനം എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ സന്ദർശിക്കാൻ പോവാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ ഖത്തറിൽ വന്നു, ജോലി ആവശ്യാർത്ഥം വന്നു, ഫാമിലി കുടുംബ ആവശ്യാർത്ഥമൊക്കെ വന്നു, നമ്മൾ ഒരുപാട് യാത്രയൊക്കെ ചെയ്തു വന്നു. ഒരു വ്യത്യസ്ത യാത്ര ചെയ്യാൻ പോവാണ്, പുണ്യകരമായ യാത്ര. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുണ്യം പ്രതീക്ഷിച്ച് എത്ര പള്ളികളിൽ പോവാം? ഏതൊക്കെ പള്ളികളാണ് പ്രവാചകൻ പറഞ്ഞത്? നിങ്ങൾ ഈ പള്ളികൾ സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അള്ളാന്റെ അടുക്കൽ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് പറഞ്ഞ പള്ളികൾ എത്ര എണ്ണം? 3 എണ്ണം. ഏതൊക്കെയാണ്? ഒന്ന് മസ്ജിദുൽ ഹറാം, രണ്ടാമത്തത് മസ്ജിദ് നബവിയ, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സ. ഈ 3 പള്ളികളാണ് പുണ്യം പ്രതീക്ഷിച്ച് നമുക്ക് പോകാൻ പറ്റിയ പള്ളി. വേറെ ഒരു പള്ളിക്കും എന്തില്ല, നമ്മളങ്ങനെ പ്രത്യേക പുണ്യമില്ല. നമ്മൾ ജമാഅത്തിന് പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മൾ ഏതെങ്കിലും നാട്ടിൽ ചെന്നാൽ അവിടെ അറിയപ്പെടുന്ന പള്ളികളിലൊക്കെ പോകും. ചിലപ്പോൾ ചേരമാൻ പെരുമാൾ മസ്ജിദിലൊക്കെ പോയി കാണും. നമ്മൾ കോഴിക്കോട് എന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആ പള്ളിയിലൊക്കെ പോകും, എങ്കിലും മമ്പുറത്തെ പള്ളിയിലൊക്കെ പോകുമെങ്കിലും അതിനൊന്നും എന്തില്ല, പ്രത്യേക പുണ്യമില്ല. പുണ്യമുള്ളത് 3 പള്ളികളൊക്കെ ഉള്ളത്: മസ്ജിദുൽ ഹറം, മസ്ജിദ് നബവിയ, മസ്ജിദുൽ അഖ്സ. ഈ 3 പള്ളികളിലാണ്. അതിൽ നമ്മളിപ്പോൾ 2 എണ്ണത്തിലേക്കാണ്, 2 സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്ന് മദീനയിലേക്കും മറ്റൊന്ന് മക്കയിലേക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ആൾക്കാരുടെ ഇന്നും നടക്കാത്തൊരു വലിയ സ്വപ്നമാണ് ഉംറ. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. എൻ്റെ ഉമ്മ, ഇപ്പം ഞാനൊരു 3 ഉംറ ചെയ്തൂടെ. എൻ്റെ ഉമ്മ എന്നെക്കാൾ മുന്നേ ഉംറയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഉമ്മാക്ക് ഇതുവരെ ഉംറയ്ക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും ഉംറയ്ക്ക് എന്ന് കഴിഞ്ഞാൽ കാബയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ കാബയുടെ ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കും ഉമ്മാക്ക്. അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര സന്തോഷവും സങ്കടമാണ്. സന്തോഷം എന്താണ്? മോൻ ഉംറയ്ക്ക് പോയല്ലോ. സങ്കടം എന്താണ്? ഉമ്മാക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഇന്നത്തെയും ഇപ്പോഴും ഉള്ളൊരു വലിയ സ്വപ്നമാണ് ഉംറയ്ക്ക് പോകാൻ. പടച്ചിറപ്പ് നമുക്കതിനൊരു തൗഫീക്ക് നൽകി എന്നുള്ളതാണ്. പടച്ചോ നമ്മുടെ ഈ ഉംറ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നത്, അത്തിമുൽ ഹജ്ജ വൽ ഉംറത്തലില്ല, നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി പൂർത്തിയാക്കുക. അപ്പോൾ ഹജ്ജ് ഉംറ ആർക്ക് വേണ്ടിയാണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ എല്ലാ ആരാധനകളും ആർക്ക് വേണ്ടി തന്നെയാണ്? റബ്ബിന് വേണ്ടി തന്നെയാണ്. ഹജ്ജ് ചെയ്താലുള്ള പ്രതിഫലം എന്താണ് ഹജ്ജ് ചെയ്താലുള്ള പ്രതിഫലം? പൂർണ്ണ പാപമോചനാണ്. പ്രവാചകൻ പറഞ്ഞ എന്താ? ഒരു പൂർണ്ണമായ ഒരാളുടെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന്. ഉംറയെ പറ്റി എന്താ പറഞ്ഞേ? നമ്മൾ ഉംറ ചെയ്യാൻ പോവാണല്ലോ. എന്താണ് നമ്മളെ പ്രതിഫലം? ഈ ഉംറ അടുത്ത ഉംറ വരെയുള്ള നമ്മുടെ പാപമോചനമാണ്. ഓക്കെ, നമ്മൾ നമസ്കാരങ്ങൾ പറയാറില്ലേ? ഈ നമസ്കാരം അടുത്ത നമസ്കാരം വരെ, ഒരു ജുമഅ അടുത്ത ജുമഅ വരെ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഈ ഉംറ നമ്മൾ അടുത്ത ഉംറ വരെയുള്ള നമ്മുടെ പാപമോചനാണ്. ഓക്കെ, ഇനി ഈ ഉംറ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മനിർവൃതി ഉണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പാപമോചനം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലോ, നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. പുരുഷന്മാരാണ് ഇഹ്റാമിൻ്റെ വസ്ത്രം പലരും വാങ്ങിയിട്ടുണ്ടാവും. അവിടെ പോയി വാങ്ങാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരുപാട് സംഭവങ്ങളുണ്ടാവും.
ഇതിന്റെ ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവം, നമ്മൾ പാപം പൊറുക്കാനാണല്ലോ പോകുന്നത്, അല്ലേ? അപ്പൊ അള്ള പറഞ്ഞ എന്താണ്? അള്ള പറഞ്ഞ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് ആദ്യം എന്ത് ചെയ്യുക? കരുണ കാണിക്കുക. ആകാശത്തുള്ളവൻ നിങ്ങളോട് എന്ത് ചെയ്യും? എന്നാൽ കരുണ കാണിക്കുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ള ഒരു വിഷയം, ഇപ്പൊ നമ്മുടെ സമീപത്തുള്ള ആൾക്കാർ, നമുക്കറിയുന്ന ആൾക്കാർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ ഒരു മുആമലാത്തുകൾ, ഇടപാടുകൾ എന്താക്കുക? മനോഹരമാക്കിയിട്ട് നിങ്ങൾ യാത്ര തിരിക്കുക. മനസ്സിലായോ? പരമാവധി നമ്മൾ അതിനെ തന്നെ എന്ത് ചെയ്യുക? ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ മുന്നൊരുക്കമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോണിലൊക്കെ വിളിക്കുക, ഇതൊരു അവസരമായി കാണാം. അങ്ങനെയാണല്ലോ, ബന്ധം നിലനിർത്തുവാനുള്ള ഒരു അവസരമായി ഇത് നമ്മൾ കാണുക. ഇനി ഇങ്ങനൊരു അവസരം നിങ്ങൾക്ക് അറ്റുപോയ ബന്ധം നിലനിർത്തുവാൻ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഇങ്ങനൊരു അവസരം, ഞാൻ ഉംറയ്ക്ക് പോവാണ്, നിങ്ങൾ എനിക്ക് പുറത്തു തരണം എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരാളുമായി മുൻപോട്ട് വെക്കാൻ അല്ലെങ്കിൽ ആ ബന്ധം ദൃഢമാക്കുവാൻ ഒരു അവസരം വേറെ കിട്ടണമെന്നില്ല. സാധാരണ നമുക്ക് റമദാൻ അങ്ങനെ ഉണ്ടാവാറുണ്ട്, ഒരു സ്റ്റാറ്റസ് ഉണ്ടാവും, എന്താണ്? റമദാൻ മാസം വരികയാണ്, അറിഞ്ഞും അറിയാതെയും ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം. ഇപ്പൊ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുണ്ട്. ചില കുട്ടികളുടെയൊക്കെ സ്റ്റാറ്റസ് എന്താണ്? അറിഞ്ഞും അറിയാതെയും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റാണ്, നിങ്ങൾ എനിക്ക് പുറത്തു തരണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പുറത്ത് തന്നിരിക്കുന്നു. പക്ഷെ എന്തായാലും ഉംറ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചുറ്റുഭാഗത്തുള്ള ആൾക്കാരുമായിട്ടൊക്കെ എന്ത് ചെയ്യുക? ഒരു സ്നേഹത്തിലായിട്ട് നിങ്ങൾ സമാധാനമായിട്ട് വരിക. ഉംറ ഹജ്ജ് കഴിഞ്ഞൊരു കുട്ടി എന്താണ്? ഒരു മനുഷ്യൻ കഴിഞ്ഞു വരുമ്പോൾ അവൻ ജനിച്ചതുപോലെയാണ്, പാപങ്ങളൊന്നുമില്ലാതെ. അതുപോലെ നമുക്ക് വരാൻ കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സമയം വളരെ കുറവായതുകൊണ്ട് നമ്മൾ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ അമീർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള നിങ്ങളുടെ വലിയ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ബസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിൽ യാതൊരു മടിയും നിങ്ങൾ വിചാരിക്കരുത്. ഈ ഒരു ഉംറ കഴിയുന്നതോടുകൂടി നിങ്ങളെ സൗദി അറേബ്യയിൽ കൊണ്ടുപോയാൽ ഒറ്റയ്ക്കൊരു ഉംറ ചെയ്യാൻ എങ്ങനെ നിങ്ങൾ പ്രാപ്തമാകും? അങ്ങനെ ആവണം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ 5 പേരുണ്ടെങ്കിൽ അവരെയും കൂടെ നിങ്ങൾ ഉംറ ചെയ്യിപ്പിക്കുവാനുള്ളൊരു പ്രാപ്തിയിലേക്ക് നിങ്ങൾ എത്തണം. അതുപോലെ പോകുന്ന വഴി ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ കാണും. ആ സ്ഥലങ്ങളൊക്കെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ അനുചരന്മാരും നടന്നു തീർത്ത, സഞ്ചരിച്ച, ചരിത്രമുറങ്ങിക്കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം, ഇതെന്താണ് സ്ഥലം, ഇവിടെ എന്താണ് സ്ഥലം, ഇവിടെ എന്താ ഒരു ഖബർ മാത്രം വേറെ നിൽക്കുന്നു, മറ്റേ ഖബറുകൾ എന്താ സെപ്പറേറ്റ് നിൽക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഉഹദിൽ പോകുമ്പോൾ ചോദിക്കാം. അപ്പൊ അതൊക്കെ നിങ്ങളുടെ അമീർ പറഞ്ഞു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് അങ്ങോട്ടൊന്നും ഞാൻ എന്ത് ചെയ്യില്ല, വിശാലമായ ആശയത്തിലേക്ക് പോകുന്നില്ല. ഉംറയുടെ രൂപമാണ് അല്ലെ, ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഹജ്ജ് ചെയ്ത് എത്ര ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ? 1 2 3 4 5. നിസാർക്ക് ഉംറയ്ക്ക് പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ ഉംറ ഹജ്ജിനേക്കാൾ വളരെ എളുപ്പമാണ്. അപ്പൊ പണ്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചിരുന്നു, നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഡിഗ്രി 3rd ഇയർ പഠിക്കാട്ടോ, അറബി കോളേജ് പഠിക്കുകയാണ്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ഇവിടെ ഉംറയൊക്കെ ഭയങ്കര ടൈം എടുക്കുമോ? കാരണം അവൻ പറഞ്ഞു അവൻ 2-3 ഉംറയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞു. അപ്പം പറഞ്ഞ് നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് 2 മണിക്കൂറിനുള്ളിലൊക്കെ ഉംറ തീർക്കാന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ 2 മണിക്കൂർ കൊണ്ടൊക്കെ ഉംറ തീരെ? നമ്മളെയൊക്കെ മനസ്സിൽ അന്നും വിചാരിച്ചെന്താണ് ഇത് വലിയ എന്തോ പ്രോസസ്സാണ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഈ സഞ്ചരിക്കുന്ന പ്രോസസ്സിനേക്കാൾ നമ്മുടെ ഹൃദയപരമായിട്ടുള്ള നമ്മുടെ ഒരു മാറ്റമാണ് ഇതിൽ ഉണ്ടാവേണ്ടത്. പോകുന്ന പോലെ ആകരുത് നമ്മൾ തിരിച്ചു വരേണ്ടത്. ഓക്കെ, അത് വീണ്ടും ഞാൻ ഉറപ്പിക്കാണ്. അപ്പോൾ ഉംറയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ, ഫർളുകൾ നമ്മൾ പറയില്ലേ, റുക്കിനുകൾ നമുക്ക് പറയാം അല്ലേ. ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? ഞാനിത് ഇങ്ങോട്ട് മാറ്റണോ? കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഉംറയുടെ ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ 4 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഇഹ്റാമിൽ പ്രവേശിക്കുക, ഇഹ്റാം, ത്വവാഫ് ചെയ്യുക, സഅയ് അറിയാലോ, മുടി കളയൽ, ഓരോ വിഷയം നമ്മൾ പറയും. അപ്പൊ ഇത് 4ഉം കേട്ടവാദിയിൽ അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ. എന്താണ് ഇഹ്റാം എന്ന് അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. നമ്മൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും ഇഹ്റാം കെട്ടുക അല്ലേ. നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയില്ലേ അല്ലേ. നമ്മൾ നമസ്കാരത്തിലേക്ക് എങ്ങനെ ഇഹ്റാമിൽ പ്രവേശിക്കുക? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുക അല്ലേ.
അതുപോലെ നമ്മൾ ഉംറയിൽ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കും. ലബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉംറയിൽ എന്ത് ചെയ്യും? ഇഹ്റാമിൽ പ്രവേശിക്കും. അത് ഓരോ സ്ഥലങ്ങൾക്ക് വ്യത്യസ്തമായ ഇതൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. 2 തവാഫ്. എന്തിനാണ് നമ്മൾ തവാഫ് ചെയ്യുക? അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലേ. കഅബയാണ് നമ്മൾ എന്ത് ചെയ്യുക? തവാഫ് ചെയ്യുക. സഅയ്, സഫാ മർവ അല്ലേ? നമ്മുടെ മനസ്സിൽ ഒരു മനുഷ്യനും സഫാ മർവ അറിയാതിരിക്കൂല, കേട്ടിട്ടുണ്ടാവും. എല്ലാ വലിയ പെരുന്നാളിലും ഇബ്രാഹിം നബിയുടെ ചരിത്രം കേൾക്കാത്ത മനുഷ്യരില്ല. സഫാ മർവ. പിന്നെ മുടി കളയലാണ്. അത് പുരുഷന്മാരെന്ത് ചെയ്യണം? പൂർണ്ണമായി എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വെട്ടിയാലും മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി എടുത്ത ആൾക്കാർക്ക് വേണ്ടി 3 തവണ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പരമാവധി അമല് സ്വീകരിക്കാൻ നമ്മൾ പോകുന്നത്. അപ്പൊ പരമാവധി അമല് നമുക്ക് കിട്ടണം. അപ്പൊ നമ്മളും ആ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. സ്ത്രീകൾ എന്താ ചെയ്യണ്ടേ? കൂട്ടിപ്പിടിച്ചിട്ട് വെട്ടുക എന്നുള്ളത്, ഒരു ചെറുവിരലിന്റെ നീളത്തിലെങ്കിലും അവര് വെട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഓരോന്നിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓക്കെ, നമ്മൾ വണ്ടി കയറാൻ പോണേ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ വണ്ടി കയറുന്നു. വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന അറിയാലോ. അപ്പൊ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഉംറയുടെ നമ്മുടെ ഗൈഡ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമ്മളെ അമീർ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ആരംഭിക്കുക. ഓക്കെ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്ന. യെസ്. അപ്പൊ ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? യാത്ര ആരംഭിക്കുന്നു. ഇനി യാത്രയിലെ നമസ്കാരങ്ങൾ ഇത് ഭൂരിഭാഗം ആൾക്കാർക്ക് അറിയുന്നുണ്ടാകും, എന്നാലും സൂചിപ്പിക്കാം. ജംഉം കസറുമായിട്ട് നമുക്ക് നമസ്കരിക്കാം. ഏതൊക്കെ നമസ്കാരങ്ങൾ ജമ്മാക്കാം? ളുഹർ, അസർ, മഗ്രിബ്, ഇശ. ഇതെങ്ങനെയൊക്കെ ജമ്മാക്കാം? ജമ്മാണ്, കസർ വേറെ. നമ്മളെപ്പോഴും ഒറ്റ നിയത്ത ജമ്മും കസറും നിസ്കരിക്കുന്നു നമ്മൾ പറയുള്ളൂ അല്ലേ. നമുക്ക് ജമ്മും കസറും വേറെ വേറെ ഒന്നുമില്ല. നമ്മൾ ജമ്മും കസറായിട്ട് നിസ്കരിക്കുന്ന നിയത്ത് വെച്ച് നമ്മളെപ്പോഴും നിസ്കരിക്കുകയാണ് ചെയ്യുക. ജമ്മ് 2 എണ്ണം ഉണ്ട്. ഒന്ന് ളുഹറിന്റെ സമയത്തിൽ ളുഹർ അസർ നമസ്കരിക്കുക, അല്ലെങ്കിൽ അസറിന്റെ സമയത്തിൽ ളുഹറും അസറും നമസ്കരിക്കുക. ജമ്മു തഖ്ദീമും ജമ്മു തഖീറും. നിങ്ങൾ അറബി പഠിക്കുന്ന പ്രയാസപ്പെടേണ്ട, സാധനം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നിയത്ത് അങ്ങനെ വെച്ചാൽ മതി. മഗ്രിബിന്റെ സമയത്ത് മഗ്രിബ് ഇശാ നമസ്കരിക്കുക, ഇശാന്റെ സമയത്ത് മഗ്രിബ് ഇശാ നമസ്കരിക്കുക. എങ്ങനെ നമസ്കരിച്ചാലും ആ ഓർഡർ അങ്ങനെ ആകാൻ ശ്രദ്ധിക്കണം. ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത നമസ്കാരം ഏതാ? സുബഹി. പിന്നെ ഒറ്റപ്പെട്ടുള്ളത് മുബര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 5 നമസ്കാരം നമുക്ക് ഇങ്ങനെ നമസ്കരിക്കുക. ഇതാണ് ജം എന്ന് പറയാം. കസറോ ചുരുക്കി നമസ്കരിക്കുക. യാത്രക്കാർക്കുള്ള ഇളവാണ് കസർ. അപ്പൊ നമ്മൾ യാത്ര പോവാണ്. അപ്പൊ നമുക്ക് ജംഉം ചെയ്യാം, കസറും ചെയ്യാം. അത് ഓരോ സമയത്തിനനുസരിച്ച് നമ്മുടെ അമീറുമാർ നമ്മൾക്ക് നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നിർവഹിക്കാം. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ചധികം യാത്ര ചെയ്താലായിരിക്കും നമുക്ക് നല്ലൊരു സ്ഥലം എത്തും നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമീർ പറയും. അപ്പോൾ അവിടെ നമുക്ക് എത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമസ്കരിക്കാം. ഓക്കെ, ഒരു പള്ളിയിൽ ജമാഅത്ത് നടക്കാണ്. ആ ജമാഅത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ സമയത്ത് നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പാടില്ല? ഒറ്റയ്ക്ക് പോയി വേറെ ഫർള് നമസ്കരിക്കാൻ നമ്മൾ പാടില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ് അതും ആ സമയത്ത് നിങ്ങൾ അറിയുന്നതായിരിക്കും. ഇനി ഇതിൽ വിശദീകരണം ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ ചോദിക്കുന്നതിൽ മടി വിചാരിക്കരുത്. ഏട്ടാ, നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് വിഷമമില്ല, നിങ്ങൾ ചോദിച്ചില്ലെങ്കിലാണ് എനിക്ക് വിഷമം ഉണ്ടാവുക. ഓക്കെ, കാരണം നിങ്ങൾ ഈ പോകുന്ന ഉംറ പരിപൂർണമായിരിക്കണം. നമ്മളും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ലാതെ നിങ്ങൾ ഉംറ ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതന്നെയല്ലേ നിങ്ങളെ ആഗ്രഹം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെറിയ സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്കത് അവസാനത്തിലേക്ക് കൊടുക്കാം. മീക്കാത്ത് എന്താ അറിയാലോ? എന്താ മീക്കാത്ത്? ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സ്ഥലമാണ്. ഇതിൽ യലംലം കണ്ടല്ലോ. എന്താണ് മീക്കാത്ത് എന്നറിയില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹറമിലേക്ക് വരുന്ന, കഅബയിലേക്ക് വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്തു? നിശ്ചിത സ്ഥലങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. നിങ്ങൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് വന്നാൽ മതി. ഈ സ്ഥലം ഒരാൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇഹ്റാമിൽ അല്ലാതെ ക്രോസ് ചെയ്യരുത് എന്ന്. മനസ്സിലായോ? എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഹറമിലേക്ക് വരികയാണെങ്കിൽ, ഈ സ്ഥലങ്ങളിലൂടെ വരികയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം? ഇഹ്റാമിൽ പ്രവേശിച്ചു കൊണ്ടെത്തുക എന്നുള്ളതാണ്.
നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക? യലംലം എന്നാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയും. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുമ്പോൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ആൾക്കാർ എന്ത് ചെയ്യും? ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ പലരും ധരിക്കും, ചിലർ ഫ്ലൈറ്റിൽ നിന്ന് ധരിക്കും. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. സൽഫി, അങ്ങനെ തന്നെയല്ലേ? കാരണം എന്താ? യലംലമിൽ സ്റ്റോപ്പില്ല. അത് ആകാശത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യും? യലംലം ക്രോസ് ചെയ്യും. അപ്പം നമ്മൾ അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യും? ലബൈക്ക് അല്ലാഹുമ്മ ഉംറത്തനെന്നോ ഹജ്ജിനാണ് ലബൈക്ക് അല്ലാഹുമ്മ ഹജ്ജനെന്നോ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് ക്രോസ് ചെയ്യും. നമ്മൾ പോകുന്ന ഏത് വഴിയാ? നമ്മൾ ആദ്യം പോകുന്ന മദീനയിലേക്കാണ്. അപ്പം മദീനയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ നമ്മൾ എവിടെ നിന്നാ പോവാന്നറിയോ? ആരാ പറയാ? മദീനന്ന് വരുമ്പോ ഇത് ഖത്തറാണെന്ന് വിചാരിക്കുക. ഇത് ഖത്തർ തന്നെയല്ലേ? അല്ല, ഇത് സൗദി അല്ലേ? സോറി, ഖത്തറിൽ കാബയില്ലല്ലോ അല്ലേ? നമ്മൾ എവിടെ നിന്നായിരിക്കും വരിക? ദുൽഹുലൈഫ വഴിയാണ്. ദുൽഹുലൈഫിന്റെ വേറൊരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഹറമിൽ നിന്നുള്ള ഏറ്റവും ദൂരം കൂടിയ മീക്കാത്താണ് ദുൽഹുലൈഫ്. ഓക്കെ, ഏറ്റവും ദൂരം കൂടിയ അസൈലുൽ കബീർ എന്നോ അസൈലു തൊവീൽ എന്നോ എന്തോ ഇതിന് വേറൊരു പേരുണ്ട്. എന്ന് പറഞ്ഞാൽ ദീർഘദൂരം. ഇപ്പൊ മദീനയിൽ നിന്ന് വരുന്ന ആൾക്കാർ, മദീനയ്ക്ക് അടുത്താണത്, പക്ഷെ ഹറമിലേക്ക് എത്താൻ ഏകദേശം 400-ലധികം കിലോമീറ്റർ ഉണ്ട്. ബാക്കിയൊക്കെ ഏകദേശം അടുത്താണ് അല്ലേ? ഏകദേശം 200 കിലോമീറ്ററിന്റെ ചോടയാണ് വരുന്നത്. ഇത് 400 ഏകദേശം 420-424 കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ദുൽഹുലൈഫയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇഹ്റാമിൽ പ്രവേശിക്കുക. അതിന്റെ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് വണ്ടിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇഹ്റാം, അപ്പൊ മീക്കാത്ത് കടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹജ്ജ് ഉംറയ്ക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? നിർബന്ധമായി ഇഹ്റാമിൽ പ്രവേശിക്കണം. ഓക്കെ, അപ്പൊ പുരുഷന്മാരുടെ വസ്ത്രം പറയേണ്ടതില്ലല്ലോ. 2 വസ്ത്രമാണ് പുരുഷന്മാർക്കുള്ളത്. കൂട്ടി തുന്നിയ ഡ്രസ്സൊന്നും പാടില്ല. ഇത് രസം എന്താ വെച്ചാൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പല രൂപത്തിലുള്ള ഇഹ്റാമിന്റെ ഡ്രസ്സുകൾ നിങ്ങൾ കാണും. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും നമുക്ക് ഇങ്ങനെ ചെയ്താൽ പോരെ? ചില ഇലാസ്റ്റിക്കുള്ള ഡ്രസ്സുകൾ കാണും, കൂട്ടി തുന്നിയത് കാണും, പല രൂപത്തിലുള്ളതൊക്കെ കാണും. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ 2 തുണിയിൽ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോവാ. സ്ത്രീകൾക്ക് സാധാരണ വസ്ത്രമാണ്. ഇനി വേറൊന്ന്, സ്ത്രീകളുടെ സാധാരണ വസ്ത്രം, സ്ത്രീകൾ ഉംറയ്ക്കിടുന്ന വസ്ത്രമാണ് സാധാരണ വസ്ത്രം. നമ്മൾ മനസ്സിലാക്കുക. ഔറത്ത് വസ്ത്രം എന്ന് പറയുമ്പോൾ അങ്ങനെ പർദ്ദയാണോ ജീൻസാണോ എന്നല്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിതാണ് മറക്കേണ്ടത്. ഇപ്പൊ സ്ത്രീകൾ ഉംറയ്ക്കിടുന്ന വസ്ത്രം എത്ര നല്ല വസ്ത്രമാണോ ആ ഔറത്താണ് അവരുടെ ഔറത്ത് ജീവിതകാലം മുഴുവൻ. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നത്. അല്ല, ഉംറയ്ക്ക് വേണ്ടി പ്രത്യേകം അങ്ങനെ ഒരു വസ്ത്രം സ്ത്രീകൾക്കില്ല. ഓക്കെ, അത് നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? കുളിക്കണം. അപ്പോൾ 2 ഓപ്ഷനുകളാണുള്ളത്. നമുക്ക് പള്ളിയിൽ നിന്ന് കുളിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന റൂമിൽ നിന്ന് കുളിക്കാം. ഏറ്റവും നല്ലത് നമ്മൾ റൂമിൽ നിന്ന് കുളിച്ചിട്ട് ഇറങ്ങുന്നതാണ്. കാരണം അറിയാലോ, നമ്മൾ മാത്രമല്ല ഉംറയ്ക്ക് പോകുന്നത്, ലോകം മുഴുവൻ വരികയാണ്. നമുക്ക് ആ സമയത്ത് സൗകര്യം കിട്ടണമെന്നില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് മീക്കാത്താണോ ഹറമാണോ ഏറ്റവും വലുത്? മീക്കാത്തിൽ നിൽക്കലാണോ ഹറമിൽ നിൽക്കലാണോ ഏറ്റവും വലുത്? അപ്പൊ ഏറ്റവും കൂടുതൽ സമയം കിട്ടേണ്ടത് ഹറമിലാണോ മീക്കാത്തിലാണോ? നമ്മൾ എത്രയും പെട്ടെന്ന് മീക്കാത്ത് നിന്ന് ഇറങ്ങുന്നുവോ അത്രയും പെട്ടെന്ന് നമുക്ക് എവിടെ എത്താം? ഹറമിലെത്താം. അത്രയും കൂലി നമുക്ക് കൂടുതൽ കിട്ടും. അപ്പൊ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? മീക്കാത്തിൽ നിന്ന് പെട്ടെന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച് കയറാൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് വളരെ നല്ലതാണ്. അതിന് പ്രത്യേക നിസ്കാരമൊന്നും ഇല്ല. ഇപ്പൊ ഇഹ്റാമിൽ പ്രവേശിക്കുന്നുണ്ടല്ലോ, 2 റക്അത്ത് നിസ്കരിക്കാം, അങ്ങനെ ഒരു നമസ്കാരം ഇല്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു നമസ്കാരം ഉണ്ടെങ്കിൽ ആ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കലാണ് സുന്നത്ത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പൊ അസർ നമസ്കാരം, സ്വാഭാവികമായി അസറിന്റെ ഒരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക? ദുൽഹുലൈഫിന്റെ പള്ളിയിലെത്തുക. അപ്പൊ സാധാരണ നമുക്ക് അസർ അവിടെ ജമാഅത്ത് കിട്ടാറുണ്ട്, നമ്മൾ സമയത്തിന് ഇറങ്ങുകയാണെങ്കിൽ. ബാക്കിയൊന്നും പ്രശ്നമില്ലെങ്കിൽ നമ്മൾ മദീനത്തൊക്കെ നല്ലപോലെ ഇറങ്ങുകയാണെങ്കിൽ കിട്ടാറുണ്ട്. അങ്ങനെയുള്ള ആ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇഹ്റാമിൽ പ്രവേശിച്ചാൽ മതി. ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അവിടെ വന്നിട്ട് ഡ്രസ്സ് മാറണമെന്നല്ല. നമ്മൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞ് നമ്മളുടെ യാത്ര ആരംഭിക്കുമ്പോഴാണ്
ഉംറ ആരംഭിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് റൂമിൽ നിന്നേ ഡ്രസ്സ് ഇട്ട് വരാൻ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലായില്ലേ? മദീനയിലെ റൂമിൽ നിന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഹ്റാമിലെ വസ്ത്രം ധരിച്ച് വണ്ടിയിൽ കയറാം. എന്നിട്ട് അവിടെ എത്താം. ജമാഅത്താണ്, 2 റക്അത്ത് നമസ്കരിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നന്നത്തിന് കൂടെ നമസ്കരിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് നിങ്ങൾക്ക് കയറി വരാം. ഓക്കെ, അതല്ല റൂമിൽ നിന്ന് കുളിച്ച് ഇഹ്റാമിലെ വസ്ത്രം കയ്യിൽ കരുതി അവിടെ എത്തിയിട്ട് വസ്ത്രം മാറിയിട്ടും വരാം. ഓക്കെ, അവിടെയൊക്കെ നമ്മുടെ വണ്ടി നിർത്തിയുള്ള സ്ഥലവും ഒക്കെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട്, എല്ലാത്തിലും നമ്പറുകളുണ്ട്, ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം പോവാൻ വേണ്ടി ശ്രമിക്കുക. ഇഹ്റാമിൽ സംശയമില്ലല്ലോ? ഓക്കെ, ഇനി തൽബിയത്ത്. അപ്പൊ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാള് ഹറമിൽ എത്തുന്നത് വരെ പിന്നീട് എന്താ ഉണ്ടാവേണ്ടത്? തൽബിയത്ത് ഉണ്ടാവേണ്ടത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ശൈത്താൻ. അതുവരെ നമുക്ക് ഒരു പണിയില്ലെങ്കിലും ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ചിന്തകളായിരിക്കും, വേറെ പല കാര്യവും നമുക്ക് ചെയ്യാനുണ്ടാവും, ആലോചന ഉണ്ടാവും. അപ്പൊ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിഷിദ്ധാണ്, ചെയ്യാൻ പാടില്ല. എന്തൊക്കെ ചെയ്യാൻ പാടില്ല? നമ്മൾ ഇന്ന് ചെയ്യാത്തൊരു സാധനമുണ്ട്, വേട്ടയാടാൻ പാടില്ല. നമ്മൾ ആരോടെ വേട്ടയാടാൻ പോകുന്ന ആൾക്കാരല്ലല്ലോ, ഹണ്ടിങ്ങിന് പോകുന്നതല്ല. അന്നത്തെ കാലത്ത് ആൾക്കാർ വേട്ടയാടായിരുന്നു. കല്യാണാലോചന പാടില്ല. ഇപ്പൊ നമ്മളൊക്കെ പല നാട്ടിൽ നിന്ന് വന്നാണല്ലോ. അപ്പൊ എനിക്കിന്ന് ഓർമ്മയുണ്ട് രസകരമായ സംഭവം. നമ്മളിങ്ങനെ ലബൈക്കൊക്കെ ചൊല്ലി കുറച്ച് കഴിയുമ്പോൾ, തൽബിയത്തൊക്കെ ചൊല്ലി കുറച്ച് കഴിയുമ്പോൾ ക്ഷീണിക്കും. കാരണം 400 കിലോമീറ്റർ ചൊല്ലണ്ടേ. കുറച്ച് ക്ഷീണിക്കുമ്പോൾ നമ്മളിങ്ങനെ അടുത്തുമ്പോൾ പരിചയപ്പെടും. അപ്പൊ ആൾക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെടുമ്പോൾ നാടെവിടാ, വീടെവിടാ, അപ്പൊ ഇങ്ങനെ കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചാൽ അതിന്റെ പരിചയത്തിൽ ഒരു കുട്ടിയുണ്ട്. അപ്പോ നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കുന്നതായിരിക്കും, വളരെ പക്ഷെ എന്തായിരിക്കും, അങ്ങനെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നഖം മുറിക്കാൻ പാടുണ്ടോ? പാടില്ല. പിന്നീട് സുഗന്ധം പൂശാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ശരീരത്തിലൊക്കെ എന്ത് ചെയ്യാം? ഒരുപാട് കുത്തൊന്നും ഇല്ലാത്ത, അറിയാലോ നമ്മുടെ എല്ലാവരുടെയും ശരീരം വ്യത്യസ്തമാണ്. ചില ആൾക്കാർക്ക് നല്ല വിയർപ്പുകൾ ഉണ്ടാകാം. അപ്പോ കുറച്ചൊക്കെ എന്ത് ചെയ്യാം? ശരീരത്തിലേക്ക് തേക്കുന്നതിന് എന്തില്ല, പ്രശ്നമില്ല. ഓക്കെ, വസ്ത്രത്തിൽ ഒരുപാട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇതാക്കണ്ട. നിങ്ങൾ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുക? ബോഡി ലോഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തേക്കാം, സൺസ്ക്രീനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? തേക്കാം, അതിനൊന്നും പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ലബൈക്ക് അല്ലാഹുമ്മ ലബൈക്ക്, ലബൈക്ക് ലാ ശരീക ലക ലബൈക്ക്, ഇന്നൽ ഹംദ വനിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ഇതിന്റെ അർത്ഥം പഠിച്ചിട്ട് തന്നെ ചൊല്ലണം. അർത്ഥം പഠിച്ച് തന്നെ ചൊല്ലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിതു. കഅബ പണിതല്ലോ. ഇബ്രാഹിം നബിയുടെ കൂടെ ആരുണ്ടായിരുന്നു? മകനായ ഇസ്മായിൽ അലൈഹി സ്വലാം ഉണ്ടായിരുന്നു. കഅബ പണിതതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു ലോക ജനങ്ങളെ വിളിക്കാൻ. ലോക ജനത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു, ജനങ്ങളെ തൗഹീദിലേക്ക് കടന്നു വരൂ, ഇസ്ലാമിലേക്ക്, അള്ളാന്റെ അടുക്കലേക്ക് വരിക. ആ വിളിക്ക് ഉത്തരം നൽകി ഇന്ന് നമ്മൾ പോവാണ് 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇബ്രാഹിം നബിയുടെ വിളി. എത്ര വർഷം? 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ വിളി, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് നമ്മൾ പറഞ്ഞു. അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞാൻ വന്നിരിക്കുന്നു. ഓക്കെ, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക്, നിനക്ക് എന്തില്ല? എങ്ങനെയുള്ള നിന്റെ വിളി കേട്ടാ ഞാൻ വരുന്നത്? യാതൊരു പങ്കുകാരുമില്ലാത്ത നിന്റെ വിളി കേട്ടിട്ട്. ഓക്കെ, ലക്കവൽ മുൽക്ക് നിനക്കാണ്, ഫുള്ള് രാജാധികാരവും പൂർണ്ണ രാജാധികാരവും, നിനക്കൊരു പങ്കുകാരനുമില്ല. രണ്ടു പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു നിനക്ക് പങ്കുകാരില്ല, നിനക്ക് പങ്കുകാരില്ല എന്ന് പറയുന്നുണ്ട്. ഇനി രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഖുറൈശികള് അവരും ഹജ്ജ് ചെയ്തിരുന്നു, തവാഫ് ചെയ്തിരുന്നു. അവരിതിന്റെ കൂടെ ഒരു വരിയും കൂടെ ആഡ് ചെയ്യുമായിരുന്നു. അള്ളാഹു നിന്റെ വിളിക്കുത്തരം കേട്ട് വരുന്നു, നിനക്ക് പങ്കുകാരില്ല, എല്ലാ നിഅ്മത്തും നിന്നിൽ നിന്നാണ്, നിനക്കാണ് നിഅ്മത്ത്, എല്ലാ രാജാധികാരവും നിനക്കാണ്. പക്ഷേ നീ അധികാരം കൊടുത്തവരല്ലാത്തവരായിട്ടുള്ള വേറെ ആരുമില്ല. അപ്പൊ നീ അധികാരം കൊടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, മനസ്സിലായോ? അവരോട് നമുക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങൾ ചോദിക്കാന്ന് ആര് പറഞ്ഞിരുന്നു? ഖുറൈശികൾ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. ഹറാമാണെന്ന് പറഞ്ഞു, ഷിർക്കാണെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാന്റെ കഴിവ് അല്ലാഹ്ക്കല്ലാതെ വേറെ ആർക്കില്ല. രോഗം മാറ്റുന്ന ആരാണ്? സംശയമുണ്ടോ? രോഗം മാറ്റുന്ന അള്ളയാണ്. നിങ്ങൾക്ക് എത്ര മരുന്ന് കഴിച്ചാലും ചില അസുഖങ്ങൾ നിങ്ങൾക്ക് മാറാൻ സാധിക്കൂല. മനസ്സിലായോ? അള്ളാന്റെ വിചാരം. ഓക്കെ, അപ്പോ
പൂർണ്ണമായ തൗഹീദിലൂടെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഉംറ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഈ പ്രാർത്ഥനയും ഈ തൽബിയത്തും ഇതിൻ്റെ അർത്ഥവും മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക. മാറ്റം ഉണ്ടാവും. 400 കിലോമീറ്ററിൽ നമ്മുടെ മനസ്സ് മാറും. എന്നിട്ട് മാറിയില്ലെങ്കിൽ ഈ ഒരു വ്യൂ കാണുമ്പോൾ നമ്മുടെ മനസ്സ് മാറും. കഅബയുടെ രൂപം ഇങ്ങനെയല്ല നമ്മൾ കാണുക. നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കഅബ ഇങ്ങനെ കാണുകയാണ് ചെയ്യുക. അപ്പോൾ മസ്ജിദുൽ ഹറമിൽ എത്തുമ്പോൾ സാധാരണ നമ്മൾ പള്ളികളിൽ പ്രവേശിക്കുന്നത് പോലെ അല്ലാഹുമ്മ ഇഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക്, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ വാതിലുകൾ നീ എനിക്ക് വേണ്ടി തുറന്നു തരണമേ, നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രവർത്തിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഹറമിൻ്റെ ഉള്ളിൽ കയറുക. ഹറമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, തൽബിയത്ത് ചൊല്ലേണ്ടതില്ല. അതിൽ പുരുഷന്മാർ നല്ല ഒച്ചത്തിൽ ചൊല്ലുക, സ്ത്രീകൾ സൗണ്ട് കുറച്ച് ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞാൽ അവർക്കുള്ളൊരു ഇളവാണത്. പുരുഷന്മാർ ഒച്ച തന്നെ ചൊല്ലണം. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ റൊട്ടേഷൻ ആയിരുന്നു. നമ്മളിവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ മുതിർന്ന ആൾക്കാർ ചൊല്ലുന്നു, പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നു, കുട്ടികൾ ചൊല്ലുന്നു, പിന്നെ വീണ്ടും മുതിർന്ന ആൾക്കാരിലേക്ക് വരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര രസകരമായി ഏകദേശം 400 കിലോമീറ്ററുകളോളം ഞങ്ങൾ തൽബിയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലി. ഭയങ്കര രസമായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ എല്ലാവരും ഒരുമിച്ച് ഇതിലൂടെ എന്ത് ചെയ്യുക, കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുക. നല്ല പ്രയാസം ഉണ്ടാവും ചിലപ്പോഴൊക്കെ. പക്ഷേ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഇത്ര പ്രയാസം നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഇപ്പോൾ കുറച്ചൊക്കെ പ്രയാസം അനുഭവിച്ചാലും പ്രശ്നമില്ല, സഹിക്കുക കേട്ടോ. അള്ളാഹുവിന് വേണ്ടി നമ്മൾ സഹിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ തവാഫ് തുടങ്ങാൻ പോകണം നമ്മൾ. അപ്പോൾ തവാഫിൽ പുരുഷന്മാരെന്ത് ചെയ്യണം, വസ്ത്രം എങ്ങനെ ആയിരിക്കണം, നിങ്ങൾ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ. വലത് തോളെന്ത് ചെയ്യണം, പുറത്തു വരുന്ന രൂപത്തിൽ പുരുഷന്മാരെന്ത് ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം പുരുഷന്മാരുടെ വസ്ത്രം ഉണ്ടാക്കേണ്ടത്. സ്ത്രീകൾക്കോ സാദാ വസ്ത്രം. സ്ത്രീകൾ മുഖം മറയ്ക്കാൻ പാടില്ല. ഓക്കെ, പുരുഷന്മാർ തലയിൽ തൊപ്പിയിടാനും പാടില്ല. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഈ ഇഹ്റാമിലെ ഞാൻ പറഞ്ഞ പോലെ പല ആൾക്കാരെ നിങ്ങളവിടെ കാണും ഇതല്ലാത്തയും. പക്ഷെ നമ്മൾ പ്രവാചകന്റെ സുന്നത്തിലും പരിപൂർണമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കീഴ്പ്പെട്ട് നമ്മൾ ഉംറ നിർവഹിച്ചു വരിക. പല രൂപത്തിലും പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ വലത് തോള് പുറത്തു വരുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തവാഫ് ചെയ്യുന്നു. ഇതിൽ മനസ്സിലാക്കേണ്ട സംഭവം എന്താ വെച്ചാൽ, തവാഫ് ചെയ്യാൻ ഉളു എന്താണ്, നിർബന്ധമാണ്. അപ്പോൾ ഇടയിൽ ചോദു പോയാലോ, ഉളു ഉണ്ടാക്കണം. രണ്ടാമത്തെ തവാഫിന്റെ പകുതിക്ക് വെച്ച് എന്ത് ചെയ്തു, ഉളു പോയി. പകുതി കഴിഞ്ഞു വിചാരിച്ചു, ഒരു 60% ക്രോസ് ചെയ്തു. അപ്പോഴാണ് ഉളു പോയത്. എന്താ ചെയ്യുക, നിങ്ങൾ 3 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ അപ്പോൾ 2 കംപ്ലീറ്റ് ചെയ്തത്. ഏതാണോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, മുൻഗണന കൊടുത്തിട്ട് ബാക്കി ചെയ്യുക എന്നുള്ളതാണ്. ഇതെങ്ങനെ നമ്മൾ ഓർത്തിരിക്കുക, പല രൂപമുണ്ട്. കയ്യിലൊക്കെ വെക്കുക, അങ്ങനെയൊക്കെ വെക്കുക. ഇപ്പം ഞാൻ ചെയ്തിരുന്നൊരു സംഭവം വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ഉംറയ്ക്ക് പോകുമ്പോൾ എൻ്റെ അമ്മവും പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ആദ്യത്തെ തവാഫ് നമ്മുടെ പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഫസ്റ്റ് തവാഫ് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് അവരെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ആദ്യത്തെ തവാഫ് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ തവാഫോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ തവാഫോ നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നാലാമത്തെ തവാഫോ സഹോദരന്മാരില്ലേ. അഞ്ചാമത്തെ തവാഫോ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ടാവും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇനി എത്ര ഉണ്ട്, ഇപ്പോഴേ മറന്നോ? ഇനി 2 ഉണ്ട്. അതിൽ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും നിങ്ങളെ, അല്ലേ? നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും, സംശയമൊന്നുമില്ല. നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലാസ്റ്റോ ഇതെല്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ മറന്നു പോകില്ല എന്നാണ് എൻ്റെ ഒരു കണക്ക്, എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഞാനിതുവരെ ഇങ്ങനെ ഒരു ഫോളോ ചെയ്തതിനു ശേഷം ഞാനിതുവരെ മറന്നുപോയിട്ടില്ല. ഇതുവരെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ 3 ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ഫോളോ ചെയ്ത്, നിർബന്ധമല്ല. ഇത് നിങ്ങളെ ഗൈഡിലൊന്നും ഉണ്ടാവില്ല, ഇതൊരു വ്യക്തിപരമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാണ്. തവാഫിന്റെ രൂപം ഓക്കെ കണ്ടോ? എവിടെ നമ്മൾ തുടങ്ങുക, ഹജറുൽ അസ്വദ് എന്നാണ് തുടങ്ങുക. ഹജറുൽ അസ്വദ് കണ്ടുപിടിക്കാനൊന്നും ഒരു പ്രയാസവും ഇല്ല. ഒന്നുകിൽ എന്തുണ്ടാവും, റൈറ്റ് സൈഡിൽ നമുക്കൊരു വലിയ പച്ച ലൈറ്റ് കാണാം.
എല്ലാം അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഹജറുൽ അസ്വദ് കാണാൻ കഴിയും. അപ്പോൾ ഹജറുൽ അസ്വദ് ഇതാണെന്ന് വിചാരിക്കുക. ഇതാണ് ഹജറുൽ അസ്വദ് എന്ന് വിചാരിക്കുക. ഇടത്തെ ഭാഗം ഹജറുൽ അസ്വദിന്റെ കോർണറിലായിരിക്കുമല്ലോ, എന്തായാലും ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും. അപ്പൊ നമ്മൾ ഈ കോർണറിലൂടെ പ്രവേശിച്ച് അവിടെ ഹാജിമാർക്ക് കയറാൻ വേണ്ടി മാത്രം, മത്താഫിലേക്ക് എത്താൻ വേണ്ടി മാത്രം പ്രത്യേകമായൊരു വാതിലുണ്ട്. ആ വാതിലൂടെ ആയിരിക്കും നമ്മൾ മത്താഫിലേക്ക് എത്തുക. അപ്പൊ എത്തിക്കഴിഞ്ഞാൽ ഹജറുൽ അസ്വദിന്റെ അവിടെ നമ്മളിൽ ഇടത്തെ ഭാഗം ഹജറുൽ അസ്വദിലാകുന്ന രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? തവാഫ് ആരംഭിക്കുക. ഓക്കെ. അപ്പോൾ അതിന്റെ കൂടെ വേറെ ഹജറുൽ അസ്വദിന്റെ തൊട്ട് മുന്നത്തെ കോർണറിലുള്ള ഒരു പ്ലേസ് ആണ് എന്താണ്? റുക്കുനുൽ യമാനി. ഓക്കെ. ഹജറുൽ അസ്വദ് പോലെ റുക്കുനുൽ യമാനി. ഹജറുൽ അസ്വദിന് റുക്കുനുൽ യമാനിയുടെയും ഇടയിൽ ഒരു പ്രത്യേക പ്രാർത്ഥന ഉണ്ട്, പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ തവാഫ് തുടങ്ങണേ. അപ്പൊ ഹജറുൽ അസ്വദിന് നേരെ വെച്ചാണ് തവാഫ് ആരംഭിക്കുന്നത്. സാധിക്കുമെങ്കിൽ, അങ്ങനെ തന്നെ മനസ്സിലാക്കണം, സാധിക്കുമെങ്കിൽ തൊടുകയോ ചുംബിക്കുകയോ ചെയ്യണം. ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ ചുംബിച്ചിട്ട് പറഞ്ഞ എന്താ? കല്ലേ, നീ ഒരു കറുത്ത കല്ലാണ്, നിനക്കെനിക്കൊരു ഉപകാരം ഉപദ്രവം ചെയ്യാൻ പറ്റൂല എന്ന് എനിക്കറിയാം. എൻ്റെ പ്രവാചകൻ നിന്നെ ചുംബിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ആരാ പറയുന്നത്? ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഹജറുൽ അസ്വദ് പ്രവാചകൻ ചുംബിച്ച കല്ലാണ്. നമ്മൾ അതിനുള്ള എന്താണ്? ആ ഇസ്സത്ത് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഹജറുൽ അസ്വദിനെ കഴിയുമെങ്കിൽ ചുംബിക്കുകയും സ്പർശിക്കുകയും ചെയ്യാം. ഇനി അത് പറ്റിയില്ലെങ്കിൽ പരമാവധി പറ്റണമെന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ വലത് കൈ നമ്മൾ ഉയർത്തിയിട്ട് ബിസ്മില്ല അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആരംഭിച്ചാൽ മതി. എല്ലാ തവാഫിലും ഇങ്ങനെ ചെയ്യണോ? എല്ലാ തവാഫിലും ഇങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മുടെ മുൻപും പിന്നെയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഈമാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബിദ്അത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഉംറ നിർവഹിക്കുക. അപ്പോൾ വലത് കൈ ഉയർത്തിയിട്ട് എന്താ പറയണ്ടേ? ബിസ്മില്ല അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ആരംഭിക്കുന്നു, നമ്മുടെ തവാഫ് തുടങ്ങുന്നു. ബിസ്മില്ല. ഓക്കെ. അപ്പോൾ അതിൽ താഴെ തന്നെ പുരുഷന്മാർ ആദ്യത്തെ 3 ഒന്ന് പെട്ടെന്നാക്കുന്ന നന്നാവും എന്നുള്ളതാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ 2-3 തവാഫ് നമുക്ക് ചിലപ്പോൾ നല്ല ദൈർഘ്യമായിട്ട് തോന്നും. 3 തവാഫ് കഴിഞ്ഞാൽ പെട്ടെന്ന് തവാഫ് തീർന്ന മാതിരിയും തോന്നും. നമ്മളൊരു സൈക്കോളജിക്കൽ ഫാക്റ്റ് ആണ്, അതിലോട്ട് നമ്മൾ പോണ്ട. ഓക്കെ. ഇനി റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെ ഇടയിൽ നമ്മൾ എത്തിയിട്ടാ. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും നീ എനിക്ക് നല്ല നൽകണേ, ഹസനത്ത് നൽകണേ. അതുപോലെ എന്നെ നീ നരകാഗ്നിയിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ റബ്ബേ. ഇതറിയാത്തവരുണ്ടോ ഈ കൂട്ടത്തിൽ? 90% ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. അറിയാത്തവർ പഠിക്കാൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന അദാബന്നാർ എന്നുള്ളത്. ഓക്കെ. പിന്നെ ഇതിനിടയിൽ വേറെ പ്രാർത്ഥനകളൊന്നുമില്ല. നിങ്ങളിങ്ങനെ വരിയായിട്ട് ആൾക്കാർ പോകുന്നത് കാണും, വട്ടത്തിൽ പോകുന്നത് കാണും, ഭയങ്കര ഒച്ച വെച്ച് മുദ്രാവാക്യം വിളിച്ച് പോകുന്ന ഒക്കെ നിങ്ങൾ കാണും. തവാഫ് നമ്മളുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക് വേണ്ടിയുള്ള സ്ഥലം. നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ നമുക്കതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹ് സ്വീകരിക്കുന്ന ഒരു സമയമാണത്. ആ സമയം നമ്മുടെ ആത്മബന്ധം റബ്ബുമായി ഉറപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു സമയവും സാഹചര്യമാണ്. പരമാവധി ഉപയോഗിക്കുക. വേറെ പ്രാർത്ഥനകളൊന്നും അതിലില്ല. ഇനി തവാഫ് പൂർത്തിയായാൽ അവിടെ മക്കാം ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എന്താണ് മക്കാം ഇബ്രാഹിം? ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ ഇങ്ങനെ പണിതല്ലോ. അപ്പൊ അദ്ദേഹത്തിന് എത്താൻ കഴിയുന്ന ഒരു ഹൈറ്റ് ഉണ്ടാവുമല്ലോ. അതിനപ്പുറം പോകുമ്പോൾ അദ്ദേഹം എന്താ ചെയ്യുക? ഒരു കല്ലെടുത്ത് വെച്ച് അതിന്റെ മുകളിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കയറി നിന്നു. അതാണ് മക്കാമു ഇബ്രാഹിം എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ നമ്മൾ തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ മക്കാം ഇബ്രാഹിമിന്റെ പിന്നിന്ന് 2 റക്അത്ത് നമസ്കരിക്കൽ സുന്നത്താണ്. അവിടെ സ്ഥലം ഇല്ലെങ്കിലോ? സ്ഥലം ഉള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമസ്കരിക്കാം. തിരക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവണമെന്നില്ല. ആ നമസ്കാരത്തിലെ 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും കുല്ലൽ കാഫിറൂനും കുല്ലല്ലാഹും. ഇതറിയാത്തവരാരും ഇല്ലല്ലേ കൂട്ടത്തില്? അല്ലേ? ഇത് ചൊല്ല. 1-ാമത്തെ റക്അത്തിൽ കാഫിറൂനും 2-ാമത്തെ റക്അത്തിൽ ഇഖ്ലാസും. തവാഫ് പൂർത്തിയായാൽ
സംസം വെള്ളം എന്താണ്? കുടിക്കൽ എന്താണ്? സുന്നത്താണ്. ഒരു പ്രയാസവും വേണ്ട. തവാഫ് കഴിഞ്ഞ് നിങ്ങൾ നേരെ സഫായിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ഒരുപാടുണ്ടാവും. അത് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എടുത്തു തരികയും ചെയ്യും. പരമാവധി പുണ്യം ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ നോക്കാണ്, പരമാവധി കൂലി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അവർ കുടിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ അവർ നിങ്ങൾക്ക് എടുത്തു തരും. അപ്പൊ നിങ്ങളും കുടിക്കുന്ന സമയത്ത് 1-2 കപ്പ് ഗ്ലാസ് ഒക്കെ ആർക്കെങ്കിലൊക്കെ എടുത്ത് കൊടുക്കി, കഴിയുമെങ്കിൽ. അതിനോട് തല്ലുണ്ടാക്കരുത്. നമ്മളവിടെ ചെല്ലുന്ന എന്തിനാണ്? പാപം പൊറുക്കാനാണ്. നമ്മൾ പുതിയൊരു പാപം എന്ത് ചെയ്യരുത്, അവിടെ നിന്ന് ഉണ്ടാക്കരുത്. അപ്പൊ പരമാവധി പുണ്യം ചെയ്യുവാൻ നമ്മൾ എന്ത് ചെയ്യുക? ശ്രമിക്കുക. അപ്പോൾ തവാഫ് കഴിഞ്ഞു, 2 റക്അത്ത് നമസ്കാരവും കഴിഞ്ഞു. നമ്മൾ സഫായിലേക്ക് പോകുന്നതിന് മുമ്പ് സംസം കുടിക്കൽ എന്താണ്? നമുക്ക് സുന്നത്താണ്. ഇനി സഅയ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെ ഓർമ്മ വരിക? ഹാജറ ബീവി അല്ലേ? ഹാജറ ബീവി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരിറ്റ് വെള്ളത്തിന് വേണ്ടിയിട്ട് 2 മലകൾക്കിടയിൽ സഅയ് ചെയ്തു. നടത്തെന്ന് പറയാൻ പാടില്ല. ഇസ്മായിൽ അലൈഹി സ്വലാം ഇസ്മായിൽ അലൈഹി സ്വലാമിന് വേണ്ടിയിട്ട് സഅയ് ചെയ്തു. നടത്തെന്ന് പറയാൻ പാടില്ല, ഓട്ടെന്ന് പറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു കുട്ടി ഉണ്ട് വിചാരിക്കും, ഒരു 2-3 മാസമുള്ള ഒരു കുട്ടി. അല്ലെങ്കിൽ ഈ കുട്ടികൾ മറിയാൻ തുടങ്ങുന്ന എപ്പോഴാണ്? 4 മാസം കഴിയുമ്പോഴല്ലേ അല്ലേ കുട്ടികൾ ഇങ്ങനെ തിരിഞ്ഞു തുടങ്ങുക അല്ലേ? അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മളെ നാട്ടിൽ വീട്ടിൽ നെയ്യെടുത്ത് കുട്ടികളില്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ കുട്ടീനെ കട്ടിൽ കിടത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. പുരുഷന്മാർക്ക് ഇത് ഫീൽ ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നിങ്ങൾ 4 ഭാഗത്തും തലയണയൊക്കെ വെച്ചിട്ട് സ്ത്രീകൾ അടുക്കളയിലേക്ക് പോവുകയാണ് വിചാരിച്ചു. പെട്ടെന്ന് എന്തോ വീഴുന്ന ഒച്ച കേട്ടു കുട്ടിയുടെ കട്ടിലെന്ന്. അപ്പൊ ഉമ്മമാർ അടുക്കളയിൽ നിന്ന് ഒരു യാത്ര ഉണ്ട് ആ റൂമിലേക്കുള്ള. ഓട്ടോ അല്ല, നടത്തോ അല്ല, അതാണ് സഅയ്. അതൊരു ഉമ്മാക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു ഫീലാണ്. അത് എത്ര പറഞ്ഞാലും ചിലപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവണമെന്ന് ഇല്ല. അങ്ങനെ ഹാജറ ബീവിയുടെ സഅയ് നമ്മൾ അനുസ്മരിക്കുന്നു. എങ്ങനെ? ലോകത്തുള്ള എല്ലാ ജനങ്ങളും സഅയ് ചെയ്യുന്നു. അപ്പൊ സഅയ് ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ട? പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്, ഇന്ന സ്വഫാ വൽ മർവത മിൻ ശഅഇരില്ല. സ്വഫ മർവ എന്താണ്? അള്ളാന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അള്ളാന്റെ അടയാളമാണ് സ്വഫ മർവ. വമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമ. ആരെങ്കിലും ഹജ്ജോ ഉംറയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ചുറ്റും തവാഫ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് എന്തല്ല, അവന് കുറ്റമല്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെയ്യണം എന്നാണ്. ഖുർആനൊരു പ്രയോഗമാണ്. ഫലാ ജുനാഹ അലൈഹി എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം എന്നാണ്. അതിന് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് ചെയ്യണം എന്നാണ്. നമുക്കത് ചെയ്യണം. ഓക്കെ. വമൻ തതവ്വ ഖൈറൻ. ആരെങ്കിലും നന്മ തിരഞ്ഞെടുത്താൽ, ഏതാണ് നന്മ? തവാഫ് അല്ല സഅയ് എന്ന നന്മ. ഇന്നല്ലാഹ ഷാക്കിറുൻ അലീം. അല്ലാഹ് എന്താണ്? നന്ദിയുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാഹ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നു, അതിനുള്ള കൂലി നമുക്ക് കിട്ടുന്നുള്ളത്. ഓക്കെ. ഇനി സഅയ്യിട്ടാ നമ്മൾ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും? സൊഫയിൽ തുടങ്ങിയിട്ട് മർവയിൽ അവസാനിക്കും. എത്രണ്ണ? 7 എണ്ണമാണ് നമ്മൾ സഅയ് ചെയ്യുക. അപ്പൊ സൊഫയിൽ നിന്ന് തുടങ്ങുമ്പോൾ 2 പച്ച ലൈറ്റ് കണ്ടെങ്കിൽ അത് അറിയാതെ വന്നല്ല, പുതിയ ഫോണിലൊക്കെ അപ്ഡേഷൻ വരുമ്പോൾ ഉണ്ടാവണമാതിരി ഉണ്ടായതല്ല. ആ പച്ച ലൈറ്റ് വരുന്ന സ്ഥലത്ത് പുരുഷന്മാർ, ഒരു സ്ത്രീ പണ്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇനി സ്ത്രീകൾ അവിടെ എന്ത് ചെയ്യണ്ട? പ്രയാസപ്പെടേണ്ട. പുരുഷന്മാർ അവിടെ ഇച്ചിരി പ്രയാസപ്പെട്ടാലും കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ആ 2 പച്ച ലൈറ്റുകൾക്കിടയിൽ ഒന്ന് ധൃതിയിലാക്കുക. നല്ല ഓടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. ഒന്ന് ധൃതിയിൽ നിങ്ങളാക്കാൻ ശ്രമിക്കുക. ആരെയും തട്ടി തെറിപ്പിച്ചിട്ടൊന്നും ഓടാൻ നിൽക്കരുത്. ആ സ്ഥലത്ത് പച്ച ലൈറ്റൊക്കെ പ്രത്യേകങ്ങൾ കാണും ചെയ്യും. സ്ത്രീകൾ എന്ത് ചെയ്യണമെന്നില്ല, അവിടെ അങ്ങനെ ഓടണമെന്നില്ല. ഓക്കെ. അപ്പൊ 7 സഅയ് പൂർത്തിയാക്കുക. സംശയമൊന്നുമില്ലല്ലോ? അവിടെ നടുവിൽ വീൽ ചെയറുള്ള ആൾക്കാർക്ക് പോകാനും വരാനുള്ളൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്. അലി സഅയ് കഴിഞ്ഞ അടുത്തെന്താ? ഏതാ? മുടി മുറിക്കുക. ഓക്കെ. ഇനി നമ്മൾ സൊഫയിൽ മറുവയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ സൊഫയിലെത്തും, മറുവയിലെത്തും. അപ്പൊ നമ്മൾ പ്രയാസമൊന്നുമില്ല. നമ്മൾ സൊഫയിൽ കറക്റ്റ് എത്തിയിട്ട് തവാഫൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മറുവയിലൂടെ നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ ഒരുപാട് മുടി വെട്ടുന്ന സ്ഥലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
കാണാൻ പറ്റും. പുരുഷന്മാർക്ക് എന്ത് ചെയ്യാം? അവിടെ കയറി മുടി വെട്ടാം. പക്ഷെ അവിടേക്ക് എന്ത് ചെയ്യുള്ളൂ? വെട്ടുകയേ ഉള്ളൂ, വടിക്കുകയില്ല, ഷേവ് ചെയ്യൂല. അപ്പൊ ഷേവ് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും, അങ്ങനെ ഞാൻ പറയാണ്, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? തൊട്ട് പുറത്ത് തന്നെ എന്തുണ്ടാവും? ബാർബർ ഷോപ്പുകൾ ഒരുപാടുണ്ടാവും. അവിടെ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മുടി ഷേവ് ചെയ്യാം. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ പറയും ചിലപ്പോൾ, ഇതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും, മുടി സ്കൂളിലൊക്കെ പോയ കുട്ടികൾ കളിയാക്കും എന്നൊക്കെ പറയും. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ആ ഒരു കളിയാക്കലിൽ ഒരു നമുക്ക് കൂലിയുണ്ട്. നമ്മളൊരു ഫാഷന് വേണ്ടിയിട്ട് മുടി വെട്ടി കൊളായി കഴിഞ്ഞാൽ കുട്ടികൾ കളിയാക്കുമല്ലോ. ബാർബർ ഷോപ്പിൽ പോയിരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾ കളിയാക്കും. ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും റബ്ബിന് വേണ്ടി നമ്മളൊരു സൽപ്രവർത്തനം ചെയ്തിരിക്കുന്നു. റബ്ബ് നമ്മളോട് ചോദിച്ചെന്താണ്? കുറച്ച് മുടിയാണ്. അത് നമ്മൾ തയ്യാറാവുക. ഇനി നമ്മൾ സഈൽ സൊഫയുടെ മറവയുടെ മുകളിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രാർത്ഥന ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ നമ്മൾ ഒന്നുകിൽ ഈ പ്രാർത്ഥന കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡിൽ എന്തുണ്ടാവും? ഈ പ്രാർത്ഥന ഉണ്ടാവും. ഇതിലെവിടെ നിങ്ങൾ നോക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാ ഉണ്ടല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാ വഹദഹു ലാ ശരീക ലഹ്, അല്ലാഹു ഏകനാണ്, അവന് പങ്കുകാരില്ല. എന്തിനാ വീണ്ടും വീണ്ടും ഇത് പറയുന്നേ? വീണ്ടും വീണ്ടും എന്തിനാ പറയണേ? ഹജ്ജും ഉംറയും കഴിഞ്ഞ് വരുന്ന ഒരാളുടെ മനസ്സിൽ അത്ര ഈമാൻ ഉണ്ടാവണം. ഈമാനില്ലാതെ മരിക്കരുത്. അവൻ ഷിർക്കില്ലാതെ മരിക്കണം. മനസ്സിലായില്ലേ? ആരെങ്കിലും ഷിർക്ക് ചെയ്ത് എന്താ പ്രശ്നം? അവന് സ്വർഗം ഹറാമാന്ന. സ്വർഗം ഹറാമാന്ന്. പിന്നെ നമ്മളിവിടെ നടന്നിട്ട് എന്താ കാര്യം? മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ മുടി കളയൽ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായി കളയലാണ് പുരുഷന്മാർക്ക് ഏറ്റവും ഉത്തമം. അങ്ങനെ തന്നെ പറയാണ്. നമ്മൾ അങ്ങനെ തന്നെ നീയത്ത് വെച്ച് പോവാ. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കൺവിൻസ് ചെയ്യുക ഏട്ടാ, കൺവിൻസ് ചെയ്യിക്കുക നിങ്ങൾ ചെയ്യുക. നിങ്ങൾ മുടിവെട്ട കൂട്ടത്തിൽ കുട്ടികളെ എന്ത് ചെയ്യുക? അത് പെട്ടെന്ന് വളരണ സാധനമല്ലേ, ഇതൊക്കെ വളരും, പേടിക്കണ്ട. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചവരിൽ നമ്മൾ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. സ്ത്രീകൾ എന്ത് ചെയ്താൽ മതി? ഒരു വിരൽ തലപ്പിന്റെ വലിപ്പത്തിൽ എന്ത് ചെയ്താൽ മതി? മുടി വെട്ടിയാൽ മതി. സ്ത്രീകൾ എന്ത് ചെയ്താലും, അല്ലെങ്കിൽ പുരുഷന്മാർ എന്ത് ചെയ്താൽ മതി? ഇത് റൂമിലെത്തിയിട്ടായാലും മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് വളരെ നല്ലത്. എത്രയും പെട്ടെന്ന് നിർവഹിക്കുക. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ നമ്മൾ എത്തുന്ന സമയം രാത്രിയാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായും സാധാരണ അങ്ങനെയാണ് എത്താറ്. അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ്, അപ്പോൾ ഇഹ്റാമിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അപ്പം നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ്, പടച്ചോനെ ഇപ്പം ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, രാവിലെ ഒരു 7 മണിക്ക് പോയി എൻ്റെ ഉംറ ആരംഭിക്കാം. തവാഫ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടേ ഉള്ളൂ, ഇനി 3 കൂടെ ബാക്കിയുണ്ട്. തെറ്റുണ്ടോ? തെറ്റില്ല. ഇഹ്റാമിൽ നിങ്ങളായിരിക്കണം എന്നേ ഉള്ളൂ. ഇഹ്റാം നിങ്ങൾക്ക് നഷ്ടമായി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ മീക്കാത്ത് പോയി എന്ത് ചെയ്യേണ്ടി വരും? ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ നിങ്ങൾ കഴിവിൽ പറ്റുമെങ്കിൽ പെട്ടെന്നാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിർവഹിക്കുകയോ ചെയ്യാം. ഓക്കെ. ഇനി മുടി കളഞ്ഞ ശേഷം എന്ത് ചെയ്യാം? കുളിച്ച് ഇഹ്റാമിൽ വസ്ത്രം മാറുന്നതോടെ നിങ്ങൾ എന്തായി? നിങ്ങളുടെ ഉംറ പൂർത്തിയായി ഉംറ കേട്ടാ. പിന്നെ ഇതോടുകൂടി നിങ്ങളെ ഇഹ്റാമിലെ വസ്ത്രം എന്ത് ചെയ്യാം? നിങ്ങളെ ഇഹ്റാമിലെ വസ്ത്രമൊക്കെ മാറ്റിയിട്ട് ഇഹ്റാമിൽ നിങ്ങൾക്ക് നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാം. പിന്നെ കല്യാണമൊക്കെ ആലോചിക്കാം. നിങ്ങളുടെ മക്കളെ കല്യാണോ നിങ്ങളുടെ കുടുംബക്കാരെ കല്യാണോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? പിന്നെ നിങ്ങൾക്ക് ആലോചിക്കുക. അപ്പോൾ സംസാരമൊക്കെ നിങ്ങൾ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ആരെങ്കിലും, മനുഷ്യരാണല്ലോ, അങ്ങനെ ഒരു കല്യാണക്കാര്യം വരികയാണെങ്കിൽ അപ്പോൾ ഫോണിൽ എഴുതി വെക്കുക, എന്നിട്ട് പറയാം നമുക്ക് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറയാം കേട്ടോ. അത്ര അത്യാവശ്യമുള്ള കല്യാണ കേസുകളൊക്കെ ആണെങ്കിൽ. ഓക്കെ. ഇതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിഷയം. ഇനി നമുക്ക് എത്ര ഉംറ ചെയ്യും ഈ പോക്കിൽ? നിങ്ങൾ എത്ര ഉംറ ചെയ്യും? നമ്മൾ ഒറ്റ ഉംറയെ ചെയ്യുള്ളൂ. അവിടെ ഒരുപാട് ഉംറ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. എവിടെ പോയിട്ടാ രണ്ടാമത് ഇഹ്റാം കെട്ടുക? ആയിഷ മസ്ജിദിലാണ്. ആയിഷ പള്ളി. എന്താണ് ആയിഷ പള്ളി? ഒരു മസ്ജിദിന്റെ പേരാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇഹ്റാമിൽ പ്രവേശിച്ച സ്ഥലമാണ് ആയിഷ മസ്ജിദ് എന്ന പേരിൽ നിന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും ഉംറയ്ക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രവാചകന്റെ ഒരു ശീലം, പ്രവാചകൻ യാത്ര തിരിക്കുമ്പോൾ പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരാളെ പ്രവാചകൻ കൂടെ കൂട്ടാറുണ്ട്. അപ്പോൾ ആയിഷ ബീവിയെ പ്രവാചകൻ കൂടെ കൂട്ടി. പക്ഷേ ആയിഷ ബീവി അന്ന് എന്തായി? ആർത്തവകാരിയായി, പീരീഡ്സ് ആയി. ആ സമയത്ത് ആയിഷ ബീവിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഉംറ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല.
ആ സമയത്ത് ആയിഷ ബീവി ഉംറ കഴിഞ്ഞിറങ്ങവേ ഭയങ്കര വിഷമം പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് കിട്ടി? ഉംറ കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഹജ്ജ് എന്നാണ് പ്രയോഗം, പക്ഷെ എനിക്ക് കിട്ടിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്ത് എന്താ അറിയോ? ആദ്യം പ്രവാചകൻ ചെയ്ത് ആയിഷ ബീവിനെ സമാധാനിപ്പിച്ചു. ആയിഷ ബീവിനെ സമാധാനിപ്പിച്ചു. അതൊരു സ്ത്രീക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമാണ്, പ്രകൃതിപരമായിട്ടുള്ളതാണ്, ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ. പക്ഷെ ആയിഷ ബീവി എന്താണ്, ആയിഷ ബീവിയുടെ മാനസികമായി ഭയങ്കര വിഷമായി ആയിഷ ബീവിക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത് ചെയ്തോ, അങ്ങനെയാണെങ്കിൽ ഹറമിന്റെ പുറത്തുനിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഹറമിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറ്റൂല. അപ്പൊ പ്രവാചകൻ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു, അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറഞ്ഞു. ആയിഷ ബീവിയുടെ കൂടെ ആരുണ്ടായിരുന്നു? ആയിഷ ബീവി ഒറ്റയ്ക്കല്ല പോയത്, പ്രവാചകനും കൂടെ പോയില്ല. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അതാരാണ്? ആയിഷ ബീവിയുടെ സഹോദരനാണ്. പോയി. രണ്ടുപേരും ഇഹ്റാമിൽ പ്രവേശിച്ചോ? രണ്ടുപേരും ഇഹ്റാമിൽ പ്രവേശിച്ചില്ല. ആയിഷ ബീവി മാത്രമേ ഇഹ്റാമിൽ പ്രവേശിച്ചുള്ളൂ. ഇതിൽ എന്താ മനസ്സിലാവുക? അതൊരു പുണ്യമുള്ള, ഒരു പ്രത്യേകം പുണ്യമുള്ള ഒരു കാര്യമായിരുന്നുവെങ്കിൽ ആര് ചെയ്യുമായിരുന്നു? കൂടെ ഉണ്ടായിരുന്ന അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്യുമായിരുന്നു. ഇല്ല, അദ്ദേഹം ചെയ്യാതെ വന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗലുണ്ടാവുമായിരുന്നു. നീ എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കൂലേ? ചോദിച്ചില്ല. അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും അത് പറഞ്ഞു. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അമീറിനോട് അത് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഉംറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനമായ വിഷയം. പിന്നെ പോകുന്ന വഴിയിലൊക്കെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യത്തിൽ ഒന്നാണ് നമ്മുടെ നേതൃത്വത്തെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേര് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരാൾ എന്തായിരിക്കണം? അമീറായിരിക്കണം, അല്ലേ? അയാളിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കൂടെ നിൽക്കേണ്ടത്. പക്ഷെ അമീറിന്റെ ജോലി എന്തായിരിക്കണം? ഇവരുമായി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് കൂടി ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായ കമ്മ്യൂണിക്കേഷനുകൾ ഉണ്ടാകണം. നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല നിലയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേ രൂപത്തിൽ നിങ്ങൾ ചെയ്തു വരിക. ഇനി നിങ്ങളിവിടെ നിന്നൊരു 20-25 പേര് പോകുന്നുണ്ട് വിചാരിക്കോ, 24 പേരും വണ്ടി കയറി, ഒരാൾ വണ്ടി കയറിയില്ല. വണ്ടി പോകാൻ പറ്റുമോ? വണ്ടിക്ക് പോകാൻ പറ്റൂല. നിങ്ങൾ മദീനയിൽ നിന്ന് ഇറങ്ങി, അല്ലെങ്കിൽ മീക്കാത്തിൽ നിങ്ങൾ ഇഹ്റാം കെട്ടി വണ്ടി കയറി, 24 പേരും കയറി, ഒരാൾ കയറിയില്ല, വണ്ടി പോവോ? അപ്പോൾ എല്ലാവർക്കും ഒരേ മനസ്സായിരിക്കണം. മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി പരമാവധി സമയം കാത്തു സൂക്ഷിക്കുക. ഏറ്റവും കൂടുതൽ നമുക്ക് പ്രതിഫലമുള്ള മക്കയും മദീനയും നമുക്ക് നഷ്ടമാകരുത്. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സ്വപ്നമാണ് നമ്മളിപ്പോൾ സബലീകരിക്കുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ചോദിക്കാം. സലഫി ഒരു കൂട്ടത്തിൽ പോകുന്നുണ്ടോ? ഉണ്ട്. ബസ്സിൽ ചോദിക്കാം. ഇതിൽ നിങ്ങൾ കുറച്ചുകൂടെ നമുക്ക് പറയാം. ചില സ്ഥലങ്ങൾ നമ്മൾ ഇറങ്ങും, ചില സ്ഥലങ്ങൾ നമ്മൾ കാണുകയേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഉഹുദിൽ നമ്മൾ ഇറങ്ങും. അപ്പോൾ ഉഹുദ് മല നിങ്ങൾക്ക് കാണാം, അവിടെ ഉഹുദ് ശുഹദാക്കളെ കാണാം, ഉഹുദ് ശുഹദാക്കളുടെ ഖബറുകൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ അവിടെ ഉഹുദിൽ പള്ളി ഉണ്ട്, അറിയാമല്ലോ. ഓക്കെ, ഉഹുദിലെ പള്ളിയിൽ നമസ്കരിക്കുന്നതിന് പ്രത്യേക ക്ലോസ് ചെയ്തു. തിരക്കുകാരനാണോ എന്നറിയില്ല. എന്തായാലും ദൂരത്തുനിന്ന് ഗ്രില്ല് കാണൂലേ? എന്തായാലും മലയുടെ മുകളിൽ കയറിയാൽ ജസ്റ്റ് കാണാൻ സാധ്യതയുണ്ട്. എന്തായാലും അവിടെ പ്രത്യേകമായി പുണ്യകരമായ നമസ്കാരങ്ങളൊന്നുമില്ല. ഇനി ഒരു കാര്യം ഇവിടെ പറയാണ്ട്, എല്ലാ പള്ളിയിലും കയറി തഹിയ്യത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. തഹിയ്യത്താണ് അറിയില്ലേ എന്താണ്? പള്ളിക്ക് നമ്മൾ അഭിവാദ്യം ചെയ്യുന്ന. എന്തിനാണ് നമ്മൾ തഹിയ്യത്ത് നിസ്കരിക്കുന്നത്? ഒരു പള്ളിയിൽ നമ്മൾ ഖുർആൻ ഓതാനോ നിസ്കരിക്കാനോ നമ്മൾ കയറുന്ന സമയത്ത് ആ പള്ളിയെ നമ്മൾ അഭിവാദ്യം ചെയ്യുന്നതാണ് എന്ത്? തഹിയ്യത്ത് നമസ്കാരം. തഹിയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറലില്ല. മനസ്സിലായോ? അപ്പൊ എല്ലാ പള്ളികളിലും കയറി നമ്മൾ തഹിയ്യത്ത് നമസ്കരിക്കണം എന്നുള്ള ആവശ്യം ഇല്ല. പക്ഷെ നമ്മൾ നമസ്കരിക്കാൻ കയറുമ്പോൾ സമയമുണ്ടെങ്കിൽ തഹിയ്യത്ത് നമസ്കരിക്കുക സുന്നത്താണ്. ഓക്കെ, പ്രബലമായ സുന്നത്താണ്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
എന്തും ചോദിക്കാം. ഓക്കെ, പറയാം. നമ്മൾ ത്വാഫ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ജമാഅത്ത് നിസ്കാരം ഉണ്ടാവും, ചിലപ്പോൾ ത്വാഫ് തന്നെ ആണോന്നില്ല, സഈന്റെ ഇടയിലൊക്കെ ഉണ്ടാവും ജമാഅത്ത് നിസ്കാരം. നമ്മൾ ഒരിക്കൽ ചെന്നപ്പോൾ ഹറമിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് സുബഹി കിട്ടി. ഒരിക്കൽ നമുക്ക് സഈന്റെ അവിടെ നമുക്ക് നമസ്കാരം കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ത്വാഫ് ചെയ്യാന്ന് വിചാരിച്ചോ. 2:30 ത്വാഫ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ജമാഅത്തിന് അനൗൺസ് ചെയ്തു, അവിടെ ഇരിക്കുക, നമസ്കരിക്കുക, കണ്ടിന്യൂ ചെയ്യുക. സഈം സെയിം. ഓക്കെ, നമ്മളെ മത്താഫിന്ന് പുറത്തു പോയിട്ട് വരികയാണെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന്റെ ബാക്കി പോവാം. നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ അനങ്ങാതെ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? അത് കണ്ടിന്യൂ ചെയ്താൽ മതി. അങ്ങനെയല്ലേ? ഓക്കെ, അതാണ്. വുദു എടുക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട് കേട്ടോ, തവാഫിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ശരിക്ക് സാധാരണ ആൾക്കാർ ചെയ്യാറെന്താ വെച്ചാൽ ഇങ്ങനെ പുറത്തു പോയി ബാത്റൂമിൽ പോയി ഇത് വുദുവൊക്കെ എടുത്തു വരും. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മത്താഫിന്റെ ആ സാമീപ്യ സ്ഥലങ്ങളിൽ തന്നെ ഉള്ളിൽ തന്നെ എന്തുണ്ട്? അണ്ടർഗ്രൗണ്ടിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെയുള്ള സെക്യൂരിറ്റികളോട് ചോദിക്കുന്ന ചിലപ്പോൾ അവർ ഭയങ്കര ഇതൊക്കെ ആയിട്ട് ചിലപ്പോൾ സംസാരിക്കും. പക്ഷേ അവിടെ തോപൊക്കെ ഇട്ട് നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കുക, വളണ്ടിയേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരൊക്കെ പറഞ്ഞു തരും. അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ, യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് എവിടെയാണെന്ന് കറക്റ്റ് കിട്ടും ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അമീറിനോട് ചോദിച്ചാലും അവരതിനനുസരിച്ചുള്ള സൗകര്യം അല്ലെങ്കിൽ ചോദിച്ച് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. പിന്നെ തവാഫിൽ നമ്മൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ് പോലെ അല്ല, തുടക്കത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചായിരിക്കും. അവിടെ നിങ്ങൾ എങ്ങനെ പോയാലും കൂട്ടം തെറ്റുന്നൊരു സ്ഥലമാണ് കഅബ, തവാഫിന്റെ സ്ഥലം, പ്രത്യേകിച്ച് ഹറം. എങ്ങനെ പോയാലും നിങ്ങൾ കൂട്ടം തെറ്റും. ഇപ്പം നിങ്ങളൊരു തൂണൊക്കെ എപ്പോഴും കണ്ടുവെക്കുക. എവിടെ വഴി തെറ്റിയാലും ഇബാദത്ത് കഴിഞ്ഞ് അവിടെ എത്താൻ ഒരുമിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തവാഫ് കഴിയുമ്പോൾ ഈ ഗേറ്റിൻ്റെ താഴെ വരിക, സഈ കഴിയുമ്പോൾ ഇതിൻ്റെ താഴെ വരിക, മുടി കളഞ്ഞിട്ട് ഇവിടെ വരിക. നമ്മൾ ആദ്യം പറഞ്ഞു, പക്ഷെ എന്താ അറിയോ, അതും നടക്കൂല. നമ്മൾ അങ്ങോട്ട് പോകുന്ന കാണുന്ന വഴിയിലല്ല നമ്മൾ തിരിച്ചു വരിക. ചിലപ്പോൾ അങ്ങോട്ട് പോണ വഴി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങൾ 3 പേര് കൈ പിടിച്ചു പോയിരുന്നു, 3 ആണുങ്ങൾ. അതിലെനിക്ക് 2 പേരെ മിസ്സായി. കൈ പിടിച്ചു പോയ 3 പേരിൽ 2 പേര് എനിക്ക് മിസ്സായി എന്ന് പറഞ്ഞാൽ ഞാൻ മിസ്സായതാണ്. 2 പേരെ മിസ്സായെന്ന് പറയുമ്പോൾ അവരല്ലല്ലോ പറ്റും. എൻ്റെ കൂടെ വന്ന 35 ആക്ക് വഴിയേറ്റി പറഞ്ഞവരല്ല. എന്നെ എന്ത് ചെയ്തു? അങ്ങോട്ട് കയറ്റി കിട്ടിയില്ല. അവിടെ നിസ്കരിച്ചു പറഞ്ഞു. അങ്ങനെ അവിടെ നിസ്കരിച്ചു. പിന്നെ വെള്ളിയാഴ്ച ദിവസമൊക്കെ നേരത്തെ ഹറമിലെത്താൻ ശ്രമിക്കുക. നമ്മളിവിടെ പള്ളിയിൽ പോകുന്നത് പോലെ 11 മണി ആവട്ടെ വിചാരിച്ച് കാത്തു നിൽക്കരുത്. ഓക്കെ, സുബൈക്ക് പോവുകയാണെങ്കിൽ സുബൈക്ക് നിങ്ങൾ അവിടെ ഇരുന്നോ, നിങ്ങൾ ജുമ കഴിഞ്ഞിട്ട് വന്നാൽ മതി. അവിടെ ഇരുന്നോളി, പ്രശ്നമൊന്നുമില്ല. കൂലിയിടുന്ന സ്ഥലമല്ലേ, പ്രാർത്ഥിക്ക്, നല്ലൊരു തണലത്ത് നോക്കി ഇരുന്നാൽ മതി. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? വേറെ പറ്റും. നിങ്ങൾക്ക് ബാഗിലാക്കി കൊണ്ടുപോകാം. നമുക്ക് ചെറിയ പൗച്ചൊക്കെ ഉണ്ടാവാം, അതൊന്നും പ്രശ്നമില്ല. ചെരുപ്പ് തന്നെ നമ്മളെ പൂർണ്ണമായി മൂടാത്ത ചെരുപ്പുണ്ടല്ലോ. അപ്പോൾ ഈ ഷൂ ഒക്കെ പൂർണ്ണമായിട്ട് മൂടുന്ന സംഭവങ്ങളാണ്, ഇത് ഇടാൻ പാടില്ല. അല്ലാത്ത ചെരുപ്പുകളുണ്ടല്ലോ, ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ തണുപ്പ് പ്രശ്നം ഉണ്ടാവും. പിന്നെ രാത്രിയൊക്കെയാണ് നല്ല തണുപ്പായിരിക്കും, ചിലപ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ ആ സമയം നടക്കാൻ പ്രയാസമുള്ള ആൾക്കാരെ ചെരുപ്പിടുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ പൂർണ്ണമായും മൂടാത്ത രൂപത്തിലുള്ള ചെരുപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാം? ധരിക്കാം. സോക്സ് ഇടരുത്. പൂർണ്ണമായിട്ട് മൂടിയില്ല. അപ്പോൾ ഇഹ്റാമിലാണെങ്കിൽ കേട്ടോ, ഇഹ്റാമിൽ അല്ലാതെ നിങ്ങൾ ഇഹ്റാമിലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഇടാം, അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ സുഗന്ധമൊക്കെ പൂശി നിങ്ങൾക്ക് പള്ളിയിലൊക്കെ പുരസ്കരിക്കാനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇഹ്റാമിലാകുമ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യരുത് എന്നുള്ള. വേറെ യെസ്, നുസുക്ക് എല്ലാവരും ഡൗൺലോഡ് ചെയ്തോ? ഓക്കെ. അതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ മുസ്തഫക്ക് എന്ത് ചെയ്യും? സൂചിപ്പിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. ഞാൻ 3 വട്ടം പോയിട്ട് എനിക്കാകെ ഒരൊറ്റ പ്രാവശ്യമാണ് എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായത്. എന്നെക്കാൾ 5 മിനിറ്റ് മുന്നേ ചെയ്ത ആൾക്കും കിട്ടിയില്ല, എന്നെക്കാൾ 5 മിനിറ്റ് ശേഷം ചെയ്ത ആൾക്കും കിട്ടിയില്ല. എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടി. ഞാൻ അപ്പം തന്നെ അത് ചെയ്തു. അപ്പം തന്നെ ഞാൻ വിളിച്ച് മുസ്തഫിനോട് പറയുകയും ചെയ്തു. പക്ഷെ എന്താ വെച്ചാൽ അതിന് ശേഷമുള്ള ആർക്കും അത് കിട്ടിയില്ല. അപ്പോൾ അത് ഒരു ഭാഗ്യമാണ്. ഓക്കെ, അപ്പോൾ പറ്റുമെങ്കിൽ അവിടെ നിന്ന് പോവാം. പക്ഷെ അത് മാത്രമല്ല, കിട്ടുന്ന സമയവും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും, 2 മണി 3 മണി പുലർച്ചെ അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പം എന്നാലും പരമാവധി എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കയറി കാണണ്ടേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, പുറത്തു കൂടെ പ്രവാചകന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഖബറൊക്കെ ഇങ്ങനെ
ജസ്റ്റ് നമ്മൾ സാധാരണ പിക്ചറിലൊക്കെ ഫോട്ടോയിലൊക്കെ കാണൂലേ, ആ ചുമരിലൂടെ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ പാസ് ചെയ്ത് പോകാൻ പ്രശ്നമൊന്നുമില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഒരു ടൈം വെച്ചിട്ട് അവരെന്ത് ചെയ്യും, വിടും. അതൊന്നും പ്രശ്നമല്ല. പക്ഷെ റൗദന്റെ ഉള്ളിൽ കയറാൻ ഒരിതാണ്. ഓക്കെ, അതിൽ തന്നെ അതിന് വിശദം ഇൻഷാല്ലാ പറയും. വേറെ റൗദ എന്ന് പേര് വന്നാൽ അറിയാമല്ലോ. പ്രവാചകന്റെ എന്ത് രണ്ടിന്റെ ഇടയിലുള്ളതാണ്? പ്രവാചകന്റെ വീടിന്റെയും പ്രവാചകന്റെ മിമ്പറിന്റെയും. ചില ആൾക്കാർ പറയുന്നത് പ്രവാചകന്റെ ഖബറിന്റെയും പ്രവാചകന്റെ മിമ്പറിന്റെയും. പക്ഷെ പ്രവാചകൻ ഈ വാക്ക് പറയുന്നത് പ്രവാചകൻ മരിക്കുന്നതിന് മുമ്പാണ്. മാബൈന ബൈത്തി വ മിമ്പരി റൗദത്തം മിൻ റിയാദിൽ ജന്ന. ആയിഷ ബീവിയുടെ പ്രവാചകന്റെ വീടില്ല, ആ വീടും പ്രവാചകന്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലം. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത് ആയിഷ ബീവിയുടെ വീട്ടിലായതുകൊണ്ട് അവിടെ തന്നെ എന്ത് ചെയ്താണ്, പ്രവാചകനെ ഖബറടക്കിയത്. അങ്ങനെ പ്രവാചകന്റേത് റൗദന്റെ ഉള്ളിൽ ആയതാണ്. മനസ്സിലായോ? വേറെ ഒന്നുണ്ടെ ചോദിക്കാം. ഇപ്പൊ ചിലപ്പോൾ നിങ്ങളെ മനസ്സിലൊന്നും വരുന്നുണ്ടാവില്ല, പോകെ ആയിരിക്കും വരിക. അപ്പൊ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഈ ഉംറയുമായി ബന്ധപ്പെട്ട് നല്ലൊരു അറിവുള്ള ആളായി മാറാൻ നമ്മൾ ശ്രമിക്കുക. പരമാവധി കൂലികൾ സമ്പാദിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഇരുത്തണ്ടല്ലോ, ഇതിനേക്കാൾ മനോഹരമായ രൂപത്തിൽ നമ്മുടെ മനസ്സുകൾക്ക് ഇൽഫത്ത് ഉണ്ടാവുക, ഇണക്കുണ്ടാവുക. ഈ ഒരു ബന്ധം എന്നും നിലനിൽക്കുക. നമ്മൾക്ക് ഉമ്മറയ്ക്ക് അന്ന് പോയ ബന്ധങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഒരു ആത്മീയ യാത്രയാണ്, നമ്മൾ ടൂർ പോകുന്ന പോലെയുള്ള ബന്ധമല്ല. ആത്മീയ യാത്രയിൽ ഉണ്ടാകുന്ന ബന്ധത്തിന് എന്നും ഒരു ആത്മീയത ഉണ്ടാവും, എന്നും കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം നിലനിൽക്കണം. റബ്ബ് നമ്മളെ അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഈ യാത്രയിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ നാളെ റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരുമുള്ളൊരു സ്വർഗം റബ്ബ് സബലീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും റബ്ബിന് ഇഷ്ടമുള്ളതാകട്ടെ. പ്രവാചകന്റെ സുന്നത്തിൽ അധിഷ്ഠിതമാകട്ടെ. തൗഹീദിലൂന്നി മരിക്കുവാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ യാത്രയിൽ ചോദിക്കാം. നുസുക്കുമായി ബന്ധപ്പെട്ട വിഷയം നമ്മുടെ ഉംറ കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രിയപ്പെട്ട മുസ്തഫക്ക് നിങ്ങളെ സൂചിപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ യാത്രയുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ യാത്ര പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിൽ അംഗങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നു. വെച്ചാൽ നമ്മൾ യാത്ര പോകുന്നതുവരെയുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെയാണ് നൽകുക. മാത്രമല്ല ബസ്സിൽ നിന്ന് അമീർ കാര്യങ്ങളൊക്കെ നേരിട്ട് പറയും. പിന്നെ മദീനയിലോ മക്കയിലോ ഒക്കെ എത്തിയാലും ആ ഗ്രൂപ്പിലൂടെ ആയിരിക്കും അധികം നിർദ്ദേശങ്ങളും നൽകുക. അപ്പോൾ അവിടെ എത്തിയാലും ആ ഗ്രൂപ്പ് പരമാവധി ശ്രദ്ധിക്കുക. നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകളിലൊക്കെ വൈഫൈ സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഹോട്ടലിൽ ഇറങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കുക, ഗ്രൂപ്പിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വന്നിട്ടുണ്ടോ നോക്കുക. തിരിച്ച് റൂമിൽ എത്തിയാലും നോക്കുക, അല്ലാണ്ട് നെറ്റുള്ള ആളുകളുടെ. അതുപോലെ തന്നെ ഞാനൊരു ചെക്ക് ലിസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കും സംശയങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാം. പാസ്പോർട്ട് നിർബന്ധമാണ്. ഖത്തർ ഐഡിയുള്ള ആളുകൾ ഖത്തർ ഐഡിയും കയ്യിൽ കരുതുക. സൗദി വിസ കോപ്പി പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നവരെടുക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ ബസ്സിൽ അമീറിൻ്റെ കയ്യിൽ വിസ കോപ്പി ഉണ്ടാവും. പിന്നെ ഇഹ്റാൻ ഡ്രസ്സ്, ആണുങ്ങൾക്ക് ഇഹ്റാൻ ഡ്രസ്സ് വാങ്ങിക്കുന്നത് ഇവിടുന്ന് തന്നെ വാങ്ങിച്ച് പോകുന്നതായിരിക്കും നല്ലത്. അവിടെ മീക്കാതിൽ കിട്ടും, പക്ഷേ നമ്മൾ അതിന് വേണ്ടി പിന്നെ എന്ത് ചെയ്യണം, സമയം ചിലവഴിക്കണം. അപ്പോൾ നിങ്ങളുടെ പ്ലാൻ ചെയ്യുന്ന നിങ്ങൾ അമീർ പറഞ്ഞിട്ട് ഒരു പക്ഷേ നിങ്ങൾ ഹോട്ടലിൽ തന്നെ ഇഹ്റാൻ ഡ്രസ്സ് ധരിച്ചിറങ്ങുകയാണെങ്കിൽ പിന്നെ ഒരാൾ അതില്ലാത്തൊരവസ്ഥ വരും. നിങ്ങളുടെ പ്ലാനിങ്ങിൽ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വരും. അതുകൊണ്ട് ഇഹ്റാൻ ഡ്രസ്സൊക്കെ ഇവിടുന്ന് വാങ്ങി പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. വേറൊന്ന് സൗദി റിയാലാണ്. സൗദി റിയാൽ അതിലിടാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളെ ഖത്തർ റിയാൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് മാറുകയാണെങ്കിൽ നമ്മൾക്ക് മൂല്യം കുറയും. ഓൾറെഡി ഖത്തർ റിയാലാണ് മൂല്യം കൂടുതലെങ്കിലും അവിടെ ടാക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ 100 റിയാൽ കൊടുത്താൽ നമുക്കിപ്പോൾ 100 കൂടുതൽ സൗദി റിയാൽ കിട്ടും, പക്ഷേ അവിടുന്ന് അത്ര കിട്ടില്ല. അതുപോലെ തന്നെ ATM കാർഡും ATM മെഷീനിലിട്ട് പൈസ വിഡ്രോ ചെയ്യാതെ ചില സ്ഥലങ്ങളൊക്കെ കാർഡ് യൂസ് ചെയ്യാൻ കഴിയും. പക്ഷെ നമുക്ക് എത്രയൊക്കെയാണോ ചിലവ് വരുന്നത് അത്രയും റിയാൽ ഇവിടുന്ന് തന്നെ ചേഞ്ചായി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൂടെ കയ്യിൽ കരുതുക. തിരിച്ചു വരുന്ന സമയത്ത് ഖത്തർ ബോർഡറിൽ നിന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമൊന്നും അത്ര ചെക്കിങ് ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകൾ, അല്ലാത്ത നമ്മളെ വിക്സ്, പെനഡോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വേറെ ഒന്ന് കാണും നിങ്ങൾ, സ്മോൾ ബാഗ് ആൻഡ് പ്ലാസ്റ്റിക് കവർന്ന്, അത് ചെരുപ്പിടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പള്ളിയിൽ കയറുന്ന സമയത്ത് ചെരുപ്പ് പുറത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ചിലപ്പം ചെരുപ്പ് അവിടെ ഉണ്ടാവില്ല. ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് അത് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ കയറിയതോടെ ആയിരിക്കില്ല ഇറങ്ങുക. അപ്പോൾ അതുകൊണ്ടാണ്
അതതിൽ കൊടുത്തത്. പിന്നെ നിങ്ങൾ ചോദിക്കരുത്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിക്കരുത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അതിലുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ടവല്, സോപ്പ്, ബ്രഷ്, പേസ്റ്റ്, മൊബൈൽ റൂമിംഗ് ചാർജ് ആവശ്യമുള്ള ആളുകൾക്ക് ചെയ്യാം. പിന്നെ സൗദി സിമ്മുള്ള ആളുകൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും ആ സിം നമ്പർ ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടേക്കാം, മറ്റുള്ള ആളുകൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ അവസാനത്തെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ യാത്രയിൽ ഇപ്പോൾ എല്ലാവരും ഒരേപോലെ അല്ല, ചില ആളുകൾക്ക് വിശപ്പൊന്നും സഹിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും, ചിലർ വിശപ്പിൻ്റെ അസുഖമുള്ള ആളുകളും ഉണ്ടാവും. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മളൊരു ഇസ്തിറാഹയിൽ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര തുടർന്നാൽ ചിലപ്പോൾ ഒരു 250 കിലോമീറ്ററോളം നമുക്ക് ചിലപ്പോൾ വേറെ ഇസ്തിറാഹയൊന്നും കിട്ടിയില്ല എന്ന് വരും. ചിലപ്പോൾ അവിടെ ഒരു ഇസ്തിറാഹ ഉണ്ടാവും, ചിലപ്പോൾ അത് പൂട്ടിക്കിടക്കായിരിക്കും. അപ്പം വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, ആ ഡ്രൈ ഫ്രൂട്ട്സിന് എടുത്തിട്ട് കുറച്ചൊക്കെ കഴിക്കാം. മക്കളൊക്കെ ഉള്ള ആളുകൾ കുറച്ച് ബിസ്ക്കറ്റ് സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ കരുതുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ യാത്രയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യാത്രാ റൂട്ട് വിളിച്ച ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്കിലൂടെ ഒന്നുകൂടി പറയുകയാണ്. പിന്നെ 16-ാം തീയതി ഞായറാഴ്ച മറ്റന്നാൾ നമ്മൾ അസർ നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങും. അസർ വാങ്ങി കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഇവിടെ എത്തുക. പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാവും. ആണുങ്ങൾക്ക് തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് ജമാഅത്തായി നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ പുറപ്പെടണം. പക്ഷേ നമ്മൾ ഇവിടുന്ന് നേരം പോകുന്നതനുസരിച്ച് നമുക്ക് എവിടെ നേരം കുറയും, മദീനയിലെ നേരം കുറയും. മദീന നമ്മൾ എപ്പോഴാണോ തിരിച്ച് മക്കയിലേക്ക് പോകാൻ ഉദ്ദേശിച്ച് ആ കൃത്യസമയത്ത് തന്നെ നമ്മൾ പുറപ്പെടും. അതുകൊണ്ട് മദീനയിലുള്ള നേരം നമുക്ക് നഷ്ടമാണ്. ഒരാൾ വൈകിയാൽ ആളെയും കാത്ത് എല്ലാവരും നിൽക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടാൽ ഖത്തർ ബോർഡർ ഫോർമാലിറ്റി, സൗദി ബോർഡർ ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം മദീനയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 2 ബോർഡർ ഫോർമാലിറ്റി കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള ഇസ്തിറാഹയിൽ നിർത്തി രാത്രി ഭക്ഷണം കഴിക്കും. പോകുന്ന അന്നത്തെ ഭക്ഷണം കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പാർസൽ കൊണ്ടുപോയാൽ നമുക്ക് ബോർഡറിൽ നിന്ന് അത് കഴിക്കുകയാണെങ്കിൽ സമയ ലാഭമാണ്, പൈസ ലാഭമാണ്, അത്യാവശ്യം വായിക്ക് ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. പിന്നെ ഫജ്ർ നിസ്കാരത്തിന് നമ്മൾ നിർത്തും, ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തും. ഏതാണ്ട് ഒരു ഉച്ചയോട് കൂടിയായിരിക്കും നമ്മൾ മദീനയിലെത്തുക. 17-ാം തീയതി മദീനയിൽ സിയാറത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോവുക. കുബാ, കിബിലത്തൈനി അങ്ങനെ സ്ഥലങ്ങളൊക്കെ സിയാറത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോവുക. അതായത് പള്ളിൻ്റെ കുറച്ച് അടുത്തായിരിക്കും നമ്മൾ റൂം. മാക്സിമം ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ നടക്കുന്ന രീതിയിലാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ റൂമും പള്ളിയായിട്ട് കഴിയാമല്ലോ, അതുകൊണ്ട് അതാദ്യം കഴിയും. പിന്നെ 17-ാം തീയതി അവിടെ എത്തിയാൽ 18-ാം തീയതിയും നമ്മൾ മദീന തന്നെ ഉണ്ടാവുക ചൊവ്വാഴ്ച. 19-ാം തീയതി ഉച്ചവരെ നമ്മൾ മദീന തന്നെ ഉണ്ടാവുക. ളുഹർ നിസ്കാരവും ഉച്ചഭക്ഷണവും കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങും, നേരെ മീക്കാത്ത് പോവും. മീക്കാത്തിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ തർത്തീബ് എന്നുള്ളത് അമീർ നിങ്ങൾക്ക് അതാത് സമയങ്ങൾ പറഞ്ഞു തരും. പിന്നെ നമ്മൾ മീക്കാത്ത് നിറം ചെയ്ത് നമ്മൾ നേരെ മക്കയിലേക്ക് പോവും. ബുധനാഴ്ച രാത്രി മക്കയിലെത്തിയാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ രാത്രി തന്നെ ഉംറ ചെയ്യലുണ്ട് എല്ലാ പ്രാവശ്യവും. പിറ്റേന്ന് നമ്മൾ വ്യാഴാഴ്ച മക്കയിൽ തന്നെ ആയിരിക്കും. വെള്ളിയാഴ്ച ജുമുവും കാര്യങ്ങളൊക്കെ മക്കയിൽ തന്നെ ആയിരിക്കും. ശനിയാഴ്ച ഉച്ചവരെയും മക്കയിൽ തന്നെ ആയിരിക്കും. ളുഹർ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് എത്തി. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹജ്ജിൻ്റെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകും. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ തിരിച്ച് ദോഹയിലേക്ക് വരും. 23-ാം തീയതി ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് ഏതാണ്ട് ഒരു അസർ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ തിരിച്ചെത്തലുണ്ട്. അതാണ് നമ്മുടെ യാത്രൻ്റെ ഒരു റൂട്ട്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇനിയും മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചെയ്താൽ പറയാം. ഗ്രൂപ്പിൽ എന്ത് സംശയം ഉണ്ടെന്ന് നിങ്ങൾ ചോദിക്കാവുന്നതാണ്. വേറൊന്ന്, നമ്മുടെ ഖത്തർ ബോർഡർ ഫോർമാലിറ്റി ആയാൽ നിങ്ങൾക്ക് ടാഗ് തരും. ആ ടാഗ് എല്ലാവരും ധരിക്കുക. കുട്ടികളുള്ളവർ പ്രത്യേകിച്ച് കുട്ടിക്ക് ധരിപ്പിച്ച് കൊടുക്കുക. വെച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ ടാഗിൽ അമീറിൻ്റെ നമ്പർ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഉപകരിക്കും. വേറൊന്ന് ഭക്ഷണത്തിൻ്റെ ആണ്. ഭക്ഷണം നമ്മൾ യാത്രയിൽ വഴിയിൽ നിർത്തി ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ നമ്മൾ തന്നെ പേ ചെയ്യും. മദീനയിലും മക്കയിലും നമ്മൾ ഭക്ഷണം ഏർപ്പാടാക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ പാക്കേജിൽ ഉൾപ്പെടുത്താത്തത് വേറൊന്നും കൊണ്ടല്ല. ചില ആളുകൾക്ക് ഉപ്പ് പറ്റൂല, ചില ആൾക്ക് എരിവ് പറ്റൂല, ചിലർ ഭക്ഷണം നിയന്ത്രണം ഉള്ളവരുണ്ടാവും, ചിലർ അവിടെ പോയിട്ട് നോമ്പെടുക്കാന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാക്കേജിൽ ഉൾപ്പെടുത്താത്തത്. പക്ഷേ മദീനയിലും മക്കയിലും എത്തിയാലുള്ള ഭക്ഷണം നമ്മൾ അറേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഒരു നേരത്തേക്ക് 10 റിയാൽ വരും ഒരു ഭക്ഷണത്തിന്. അപ്പോൾ രാവിലെ വേണം, ഉച്ചക്ക് വേണ്ട, വൈകുന്നേരം വേണ്ട, രാത്രി മതി, അങ്ങനത്തെ ഇല്ല. മദീനയിൽ എത്ര നേരമാണോ അത്രയും നേരം ഭക്ഷണം മദീനയിൽ വേണമെങ്കിൽ എടുക്കണം. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞ് വേണ്ടേ ഒഴിവാകുകയും ചെയ്യാം. മക്കയിലും അതേപോലെ തന്നെ എത്ര നേരമാണോ മക്കയിൽ അത്രയും നേരം നമ്മൾ ഭക്ഷണം എടുക്കേണ്ടി വരും. സാധാരണ 6 മദീനയിലും 8 മക്കയിലും അങ്ങനെ 14 നേരമാണ് ഉണ്ടാവുക നമ്മൾ ഈ 8 ദിവസത്തെ ട്രിപ്പ്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ യാത്രയുടെ സമയത്ത് അമീർ പറയും. സൗദി റിയാൽ മാത്രമേ അന്നേരം വാങ്ങിക്കുള്ളൂ. ആ ഭക്ഷണം ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ 2 ആളെ ഭക്ഷണം 28 ഭക്ഷണം 250 റിയാൽ സൗദി റിയാൽ മാത്രമേ വാങ്ങിക്കുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഭക്ഷണം തരുന്ന ആൾക്ക് നമ്മളെ പൈസ കൊടുക്കുക ചെയ്യുക, അത് വേറെ ഒന്നുമല്ല. അപ്പോൾ അവർ ഖത്തർ റിയാൽ വാങ്ങിക്കില്ല, അവർക്ക് മൂല്യം കുറയുന്നതുകൊണ്ട്. അതാണ് ഭക്ഷണത്തിൻ്റെ കാര്യം. പിന്നെ പോകുന്ന അന്നത്തെ ഭക്ഷണം നമ്മൾ കയ്യിൽ കരുതാമെന്ന് പറഞ്ഞു. ഇനിയുള്ള ഒരു കാര്യം നുസുക്കാണ്. നുസുക്കിൻ്റെ ആ ലിങ്കൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉംറക്ക് പെർമിറ്റ് നിർബന്ധമില്ല. ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു വെക്കുന്ന സേഫ്റ്റി എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ മക്കയിലേക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും
ട്രാഫിക് നിയന്ത്രണങ്ങളോ എന്തെങ്കിലുമൊക്കെ പോലീസ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ബസ് പോകുന്ന സമയത്ത് ഇത് ഉമ്ര ടീമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും. നമുക്ക് ഒരു പക്ഷേ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ബഷീർ അൻവാരും ടീമൊക്കെ പോയ സമയത്ത് അപ്പോൾ 1-2 ആളുകളൊക്കെ പെർമിറ്റ് കാണിച്ചു കൊടുത്താൽ നമ്മുടെ ബസ് വിടും. അപ്പോൾ അതിനാണ് ഉംറയ്ക്ക് നിർബന്ധമില്ല എന്നായിരുന്നു. പക്ഷേ സമയത്ത് റൗദയിൽ കയറാൻ പെർമിറ്റ് നിർബന്ധമാണ്. ഏത് സമയത്താണോ നമ്മൾ പെർമിറ്റ് എടുത്ത് ആ സമയത്ത് മാത്രമേ കയറാൻ കഴിയുകയുള്ളൂ. ചെറിയ കുട്ടികൾക്ക് കയറാൻ കഴിയില്ല. കുറച്ച് നേരം തടിയും മണ്ണൊക്കെയുള്ള ചില മക്കളുണ്ടാവില്ല, വയസ്സ് കുറവാണെങ്കിലും അങ്ങനത്തെ കുട്ടികൾക്ക് കയറാൻ കഴിയും. പക്ഷേ എന്ത് വേണം, ഇത് നിർബന്ധമാണ്. പിന്നെ നമ്മുടെ മദീനയും അല്ലെങ്കിൽ ഈ നുസുക്കിൽ നമുക്ക് റൗദയിൽ കയറാൻ പെർമിഷൻ കിട്ടും. നമ്മൾ ഉംറയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉംറയിൽ കയറാൻ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ അത് ബോണസായിട്ട് മാത്രം കൂട്ടിയാൽ മതി. ചിലപ്പോൾ ഉംറൻ്റെ പെർമിറ്റ് നിങ്ങൾക്കിപ്പം കിട്ടിയിട്ടുണ്ടാവും, റൗദൻ്റെ ഒരു പക്ഷേ കിട്ടിയിട്ടുണ്ടാവില്ല പല ആളുകൾക്കും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി, ഓപ്പൺ ആകുന്ന സമയത്ത് കൊടുത്താൽ മതി. പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിലിങ്ങനെ കാണിക്കും 2 മണിക്കൂർ മുന്നേ ആക്റ്റീവ് ആവുള്ളൂ ഒരു ബാർക്കോഡ് വരിക ചെയ്യുക. അപ്പോൾ കിട്ടിയാൽ അൽഹംദുലില്ലാ, കിട്ടിയാൽ സങ്കടപ്പെടൊന്നും വേണ്ട. ഞാൻ ആദ്യത്തെ ഒരു 8 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. അടുത്ത പ്രാവശ്യം എനിക്ക് പെർമിഷൻ കിട്ടി, പക്ഷേ അവിടെ പോയാലും പോലീസുകാരുടെ എന്താക്കി വഴിതിരിച്ച് വിട്ട് തിരക്കായിട്ട്. അപ്പോൾ അത് ബോണസായിട്ട് കണക്കൂട്ടിയാൽ മതി. ഇത്രയൊക്കെയാണ് നമ്മുടെ യാത്രയായിട്ട് ബന്ധപ്പെട്ട് ബേസിക്കായിട്ട് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. പിന്നെ നമ്മുടെ പേയ്മെൻറ്റ് ബാക്കിയുള്ള ആളുകൾ പോകുന്നതിന് മുന്നേ ആ പേയ്മെൻറ്റും കൂടിയും ചെയ്തു പോവുക. നമ്മുടെ ഉദ്ദേശ കാര്യങ്ങളൊക്കെ പഠിച്ചും വളരെ എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ യാത്ര ഹൈറിലായിത്തീരട്ടെ. നമ്മുടെ ഉംറ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഖ്ബൂലും മബ്രൂറുമായ ഉംറ നിർവഹിച്ച് തിരിച്ച് ഖത്തറിലെത്തി സന്തോഷത്തോടെ ബാക്കി കാലം കൂടി ജീവിച്ചു തീർക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാട്ടെ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമ്മുടെ ഇസ്ലാഹി സെൻ്ററിൻ്റെ ഭാഗത്ത് നിങ്ങളുടെ യാത്രയിൽ നമ്മുടെ ഇസ്ലാഹി സെൻ്ററിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഉംറ ഡിപ്പാർട്ട്മെൻറ്റ് ചെയർമാനായ നിസാർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മദ്രസ പ്രിൻസിപ്പാളും ഇസ്ലാഹി സെൻ്ററിൻ്റെ മുൻ സെക്രട്ടറിയുമായിരുന്ന അബ്ദുറഹ്മാൻ സലഫി കുടുംബം ഉണ്ടാവും കൂടുതൽ. ബാക്കി കാര്യങ്ങളൊക്കെ യാത്രയിലും അല്ലാണ്ടും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.